നമസ്കാരം, എല്ലാവർക്കും മിസ്റ്റർ ആൻഡ് മിസ്സിസ് PS സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ക്ലാസ് ഉത്തര മഹാസമതലം, നോർത്തേൺ ഗ്രേറ്റ് പ്ലെയിൻ. ക്യാപ്ഷനും തമ്മിലിനെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണും. അപ്പോൾ ഈ ഒരു ടോപ്പിക്ക് ചിലപ്പോൾ നിങ്ങൾ ഇതിനു മുന്നേയൊക്കെ പഠിച്ചിട്ടുണ്ടാവും, ചിലപ്പോൾ അതിന് മുന്നേയും പഠിച്ചിട്ടുണ്ടാവും, പക്ഷെ വീണ്ടും വീണ്ടും പഠിക്കേണ്ടി വന്നിട്ടുണ്ടാവും. അതിനൊറ്റ കാരണമേ ഉള്ളൂ, അതൊന്ന് വരച്ച് കൃത്യമാക്കി മനസ്സിലാക്കാത്തതുകൊണ്ടാണ് അത് വീണ്ടും വീണ്ടും പഠിക്കേണ്ടി വന്നതും പരീക്ഷയ്ക്കൊക്കെ ചോദിച്ചപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോകേണ്ടി വന്നത്. ഈ ഒരു ക്ലാസ് ഞാൻ എൻ്റെ പൂർണ്ണ കോൺഫിഡൻസോടുകൂടിയാണ് സംസാരിക്കുന്നത്. കാരണം ഇത് വരക്കാനും എനിക്ക് പ്രിപ്പയർ ചെയ്യാനും ഇതെവിടെയൊക്കെ സ്ഥിതി ചെയ്യുന്നതെന്നൊക്കെ എനിക്ക് മനസ്സിലാക്കാനും എനിക്ക് ഒരുപാട് സമയം പിടിച്ചു. 3 ദിവസത്തെ പ്രിപ്പറേഷനാണ് ഈ ഒറ്റ ക്ലാസ്. ഈ ഒരു ക്ലാസ് നിങ്ങൾ മുഴുവനും കണ്ടു കഴിഞ്ഞാൽ ഇതൊരിക്കലും നിങ്ങൾക്ക് ഇനി പഠിക്കേണ്ടി വരത്തില്ല. ഏതൊരു പരീക്ഷയ്ക്ക് ഏതൊക്കെ രീതിയിൽ ഞാൻ പഠിപ്പിച്ചതിൽ നിന്ന് ഏതൊക്കെ രീതിയിൽ ചോദ്യങ്ങൾ വന്നാലും നിങ്ങൾക്കത് കിട്ടും. ഇതെൻ്റെ കോൺഫിഡൻസ് തന്നെയാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഉത്തരമഹാസമതലം എന്നാണ് ടോപ്പിക്കിൻ്റെ പേരെന്ന് മനസ്സിലായി. ഞാനിപ്പോൾ വളരെ പെട്ടെന്ന് ചാടിക്കയറി കുറേ ചോദ്യങ്ങൾ അങ്ങോട്ട് പറയുന്നില്ല. കാരണം ചോദ്യങ്ങളും ഉത്തരങ്ങളും നിങ്ങൾ തന്നെ ആലോചിച്ച് ശരിയാണോ തെറ്റാണോ എന്ന് വിലയിരുത്തിയാൽ മതി. ആ രീതിയിൽ ക്ലാസ് കൊണ്ടുപോകും, അതായിരിക്കും കൂടുതൽ നല്ലത്. ഞാൻ ഓരോ ചോദ്യവും ഓരോ ഉത്തരവും പറയുമ്പോൾ നിങ്ങൾ തന്നെ ഇവിടെ നിന്ന് മനസ്സിലാക്കണം, ഇത് ശരിയാണോ ഇത് തെറ്റാണോ ഈ പറയുന്നതൊക്കെ. ഓക്കെ, അപ്പോൾ ടോപ്പോഗ്രഫി എന്ന് പറയുന്ന വാക്ക് നമുക്ക് ആദ്യം പരിചയപ്പെടാം. ടോപ്പോഗ്രഫി മറ്റൊരു ഇംഗ്ലീഷ് വാക്കാണ് ഫിസിയോഗ്രഫി, മലയാളമാണ് ഭൂപ്രകൃതി. സംഭവം കഴിഞ്ഞില്ലേ? ടോപ്പോഗ്രഫിയും ഫിസിയോഗ്രഫിയും ഭൂപ്രകൃതിയും ഒന്ന് തന്നെയാണ്. ഇനി എന്താണെന്ന് ചോദിക്കരുത് കേട്ടോ. ഭൂപ്രകൃതി അതാണ് ടോപ്പോഗ്രഫി, അതാണ് ഫിസിയോഗ്രഫി. നമ്മുടെ ഇന്ത്യൻ ജോഗ്രഫി ആണല്ലോ പ്രധാനമായിട്ടും നമ്മുടെ സബ്ജക്റ്റിൻ്റെ പേര്. അപ്പോൾ ഇന്ത്യൻ ജോഗ്രഫി അടിസ്ഥാനപ്പെടുത്തി അല്ലെങ്കിൽ ഇന്ത്യൻ ഭൂമിശാസ്ത്രം അടിസ്ഥാനപ്പെടുത്തി നമ്മുടെ ഇന്ത്യക്ക് 4 ഫിസിയോഗ്രഫിക് ഡിവിഷൻസ് മാത്രമേ ഉള്ളൂ. 4 എണ്ണം മാത്രമേ ഉള്ളൂ. 4 ടോപ്പോഗ്രഫി റീജിയൻ മാത്രമേ ഇന്ത്യക്കുള്ളൂ. ഇന്ത്യക്ക് 4 ഭൂപ്രകൃതി വിഭാഗങ്ങൾ മാത്രമേ ഉള്ളൂ. ഇത് ഏതൊക്കെയാണെന്നൊന്ന് പറയാം. ഒന്നാമത്തേൻ്റെ പേര് നോർത്തേൺ മൗണ്ടെയിൻ സിസ്റ്റം, മലയാളം ഞാൻ പറയാം. രണ്ടാമത്തേൻ്റെ പേര് നോർത്തേൺ ഗ്രേറ്റ് പ്ലെയിൻ. മൂന്നാമത്തേൻ്റെ പേര് പെനിൻസുല പ്ലാറ്റു. അടുത്തതിൻ്റെ പേര് കോസ്റ്റൽ പ്ലെയിൻ പ്ലസ് ഐലൻഡ്സ്. ഒരു കാര്യം ഇത്തിരി വേഗം പറയും, പിന്നെ ഇതിനെക്കുറിച്ചുള്ള എല്ലാ ചോദ്യങ്ങളും ഈ ഒരു സെക്ഷനിൽ പറയുന്നില്ല. കാരണം ഈ ഒരു ഭാഗം നമ്മൾ എടുത്തിട്ടുണ്ട് ഇങ്ങനെ വേർതിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇന്ത്യൻ ജോഗ്രഫിയുമായി ബന്ധപ്പെട്ട ഇന്ത്യയുടെ ഇങ്ങനത്തെ സവിശേഷതയുമായി ബന്ധപ്പെട്ട ഫസ്റ്റ് ക്ലാസ്സാണ്. മുകളിൽ കൊടുത്തേക്കാം അതിൻ്റെ ലിങ്കും കാര്യങ്ങളും. മുകളിൽ കൊടുക്കാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ അവസാനം എൻ്റെ സ്ക്രീനിൽ എന്തായാലും കൊടുത്തേക്കാം. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനു മുന്നേ അത് പറഞ്ഞിട്ടുള്ളതുകൊണ്ട് തന്നെ ഈ ക്ലാസ്സുമായി ബന്ധപ്പെടുന്നത് മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ. ഇങ്ങനെ 4 ആക്കിയാണ് ഇന്ത്യയുടെ ടോപ്പോഗ്രഫിയെ ഫിസിയോഗ്രഫിയെ ഭൂപ്രകൃതി മേഖലയെ തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ചോദ്യം നിങ്ങൾക്ക് ഓർത്തു വെക്കാവുന്നതാണ്. ഇന്ത്യക്ക് എത്ര ഭൂപ്രകൃതി വിഭാഗങ്ങൾ ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 4 മാത്രമാണ്. ചില പുസ്തകങ്ങളിൽ ചിലപ്പോൾ 5 കാണാൻ സാധിക്കും. അത് കോസ്റ്റൽ പ്ലെയിൻ തീരസമതലം വേറെയും ഐലൻഡ്സ് വേറെയും. പക്ഷേ ഇത് തെറ്റാണ്, 4 ഉള്ളൂ. കാരണം ഇതിങ്ങനെ വെറുതെ എഴുതി വെച്ചിരിക്കുന്നതും വെറുതെ തിരിച്ചു വെച്ചിരിക്കുന്നതല്ല. ഇതിങ്ങനെ തിരിക്കാൻ കാരണം ഈ ഓരോ പ്രദേശത്തെയും കാലാവസ്ഥ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. ഇപ്പോൾ എക്സാമ്പിൾ പറയുമ്പോൾ ഒരു മിനിറ്റ് കേട്ടോ, ഒറ്റ മിനിറ്റ്. ആയതിന് എൻ്റെ മലയാളം പറഞ്ഞേക്കട്ടെ, ഇല്ലെങ്കിൽ ചിലപ്പോൾ ചില കുട്ടികൾക്ക് ഒന്നും മനസ്സിലാവത്തില്ല. നോർത്തേൺ മൗണ്ടെയിൻ സിസ്റ്റം മീൻസ് ഉത്തര പർവ്വത മേഖല. ഉത്തര പർവ്വത മേഖല, നോർത്ത് മീൻസ് ഉത്തരം. നമുക്ക് നേരത്തെ പറഞ്ഞതിലൂടെ ഞാൻ തിരിച്ചു വരുവേ. അപ്പോൾ നോർത്ത് മീൻസ് ഉത്തരം, മൗണ്ടെയിൻ മീൻസ് പർവ്വതം, മേഖല മീൻസ് സിസ്റ്റം, ഉത്തര പർവ്വത മേഖല. നോർത്തേൺ ഗ്രേറ്റ് പ്ലെയിൻ മീൻസ് ഉത്തര മഹാസമതലം, ഉത്തര മഹാസമതലം. ഓക്കെ, പെനിൻസുല പ്ലാറ്റു മീൻസ് ഉപദ്വീപീയ പീഠഭൂമി. കോസ്റ്റൽ പ്ലെയിനും ഐലൻഡും നിങ്ങൾക്ക് അറിയാം. കോസ്റ്റൽ പ്ലെയിൻ മീൻസ് തീരസമതലം, ഐലൻഡ് മീൻസ് ദ്വീപ്. ഓക്കെ, ഫ്ലാഷ് ബാക്ക്. ഇങ്ങനെ തിരിക്കാൻ കാരണം, അതായത് ഉത്തരപർവ്വത മേഖല എന്ന് പറയുന്ന ഒരു ടോപ്പോഗ്രഫി ഇന്ത്യക്കുണ്ട്, ഒരു ഭൂപ്രകൃതി വിഭാഗം ഇന്ത്യക്കുണ്ട്. ഉത്തര മഹാസമതലം എന്ന് പറയുന്നത് നമ്മൾ ഈ വരച്ചു വെച്ചിരിക്കുന്ന ഒരു ഭൂപ്രകൃതി വിഭാഗം ഇന്ത്യക്കുണ്ട്. ഉപദ്വീപീയ പീഠഭൂമി എന്ന് പറയുന്ന ഒരു ഭൂപ്രകൃതി വിഭാഗം ഇന്ത്യക്കുണ്ട്. തീരസമതലമുണ്ട്, ദ്വീപുണ്ട്. ഇങ്ങനെ തിരിക്കാൻ കാരണം ഈ ഉത്തര പർവ്വത മേഖലയിലെ ആളുകളുടെ ജീവിത രീതി അല്ല ഉത്തര മഹാസമതലത്തിലെ ആളുകളുടെ ജീവിത രീതി. ഉത്തര പർവ്വത മേഖല ഇവിടെയാണ്. ഇവിടെ താമസിക്കുന്ന ആളുകൾ ജീവിക്കുന്ന രീതിയിലല്ല ഈ പച്ച ഷെയ്ഡ് ചെയ്ത് വെച്ചിരിക്കുന്ന സ്ഥലത്തെ ആളുകൾ ജീവിക്കുന്ന രീതി.
ഇത് കംപ്ലീറ്റ് ആണ് ഉപദ്വീപീയ പീഠഭൂമി. ഈ സൈഡിലാണ് തീരപ്രദേശവും, ഈ സൈഡ് ഇവിടെയാണ് ദ്വീപുകളൊക്കെ വരുന്നത്. ഇവിടെയൊക്കെ എൻറ്റയർലി ആളുകളുടെ ജീവിത രീതി വ്യത്യാസമാണ്. ഉത്തര പർവ്വത മേഖലയിലെ കാലാവസ്ഥയല്ല ഉത്തര മഹാസമതലം, ഈ പച്ചയിലെ കാലാവസ്ഥ. ഉത്തര മഹാസമതലമായ ഈ പച്ചയിലെ കാലാവസ്ഥയല്ല ഈ ഭാഗത്ത് വരുന്ന ഉപദ്വീപീയ പീഠഭൂമിയുടെ കാലാവസ്ഥ. ഉപദ്വീപീയ പീഠഭൂമിയുടെ കാലാവസ്ഥ അല്ല തീരപ്രദേശത്തും ദ്വീപുകൾക്കും. ഓക്കെ അല്ലേ? അതുകൊണ്ട് അതായത് കാലാവസ്ഥ, ജനങ്ങളുടെ ജീവിത രീതി, ഉയരം, ഇങ്ങനെ പല കാരണങ്ങളും കൊണ്ടാണ് ഇങ്ങനെ വേർതിരിച്ച് വെച്ചിരിക്കുന്നത്. ഉത്തരപർവ്വത മേഖല എന്ന് പറയുമ്പോൾ 900 മീറ്ററിന് മുകളിൽ ഉയരമുണ്ട് ഈ പ്രദേശങ്ങളിൽ. ഈ പ്രദേശം, ഈ പച്ച ഷെയ്ഡ് കൊടുത്തിരിക്കുന്ന പ്രദേശം ഉയരം കുറവാണ്, 300 മീറ്ററിൽ താഴെയാണ്. ഈ പോയിന്റ് നിങ്ങൾ ഓർത്ത് വെക്കണേ. ഈ പോയിന്റ് നമുക്ക് ആവശ്യമാണ് ഈ ടോപ്പിക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്. ഈ പോയിന്റിന്മേലാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. അതായത് 300 മീറ്ററിൽ താഴെയാണ്. 300 മീറ്ററിൽ താഴെയാണ് ഈ പച്ചയുടെ ഉയരം. ഇങ്ങോട്ടൊക്കെ പോകുമ്പോൾ 600 മീറ്റർ ഒക്കെ വരുന്നുണ്ട്. തീരപ്രദേശവും 300 മീറ്റർ തന്നെയാണ്. ഇവിടെ നോക്കിയേ, ഞാൻ നേരത്തെ പറഞ്ഞു ചില പുസ്തകങ്ങളിൽ അല്ലെങ്കിൽ ചിലപ്പോൾ എവിടെയെങ്കിലും നിങ്ങൾക്ക് 5 കാണാൻ പറ്റും, 5 ഡിവിഷൻസ് ഉണ്ടെന്ന് കാണാൻ പറ്റും. തെറ്റാണെന്ന് പറഞ്ഞു. കാരണം കോസ്റ്റൽ പ്ലെയിൻ, തീരസമതലവും ദ്വീപുകളും നമ്മൾ ഒന്നിച്ച് തന്നെയാണ് പറയുന്നത്, നമ്മളല്ല ഇന്ത്യൻ ജോഗ്രഫിയിൽ. ഓക്കെ അല്ലേ? കാരണം ഇവിടെ താമസിക്കുന്ന ആളുകളുടെ ജീവിത രീതി തന്നെയാണ് ഏകദേശം ദ്വീപുകളിലും. ഇവിടുത്തെ കാലാവസ്ഥ തന്നെയാണ് ഇവിടത്തെയും കാലാവസ്ഥ. ഈ 2 സൈഡിനെ കുറിച്ചാണ് ഈ പറയുന്നത്. ഈ 2 സൈഡിലെയും കാലാവസ്ഥ തന്നെയാണ് ഈ ദ്വീപുകളുടെയും കാലാവസ്ഥ. ഈ 2 സൈഡിൽ വരുന്ന ഉയരമൊക്കെ പോലെ തന്നെയാണ് ഈ ദ്വീപുകളുടെയും ഉയരം വരുന്നത്. സോ ഇത് ഒന്നിച്ച് തന്നെയാണ്. അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ ഇന്ത്യക്ക് 4 ഭൂപ്രകൃതി വിഭാഗങ്ങൾ മാത്രമേ ഉള്ളൂ. 4 ഫിസിയോഗ്രഫിക് ഡിവിഷൻസ് മാത്രമേ ഇന്ത്യക്കുള്ളൂ. 4 ടോപ്പോഗ്രഫിക് ഡിവിഷൻസ് മാത്രമേ ഇന്ത്യക്കുള്ളൂ. ഓക്കെ അല്ലേ? ഞാൻ ഒന്നുമില്ല. അപ്പോൾ അത് മനസ്സിലായല്ലോ. അപ്പോൾ ഇവിടെ വേറെ സംശയമില്ല. അപ്പോൾ ഒരു ഇൻട്രോ എന്ന രീതിയിൽ ഈ ഒരു സംഭവം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതെങ്ങനെ രൂപം കൊണ്ടു എന്ന് പറയാം. ഈ ഒരു ക്ലാസ് എടുക്കുന്നതിനേക്കാളും മുമ്പ് 4 തവണ ഞാൻ ഇന്ന് എന്തൊക്കെ പോയിന്റുകൾ പറയുന്നുണ്ടോ, എത്ര സമയം പറയുന്നുണ്ടോ, ഇതിനേക്കാളും കുറച്ചും കൂടി കൂടുതൽ സമയമെങ്കിലും 4 തവണ ഈ 2 ദിവസമായിട്ട് കണ്ണാടിക്ക് മുന്നിൽ നിന്ന് അവതരിപ്പിച്ചതിന് ശേഷമാണ് ഇപ്പോൾ ഈ ക്യാമറക്ക് മുന്നിൽ നിൽക്കുന്നത്. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഇത്രയും കോൺഫിഡൻസ് കിട്ടുന്നത്. കാരണം എന്ത് ടോപ്പിക്കാണെങ്കിലും ഫസ്റ്റ് ടൈം നമ്മൾ കാണികളുടെ മുന്നിൽ, ഇപ്പോൾ ക്യാമറയാണല്ലോ കാണികൾ, അതിൻ്റെ മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ കോൺഫിഡൻസ് കിട്ടില്ല. കാരണം ചിന്തകൾ വരും അവിടെ നിന്ന് വിടുന്നത്, ആലോചിച്ച് പറയേണ്ട എല്ലാ കാര്യങ്ങളും. പക്ഷെ 4 തവണ ഞാനിത് പ്രിപ്പയർ ചെയ്തുകൊണ്ട് മാത്രമാണ് ഇതിപ്പോൾ ഇത്രയും രസമായിട്ട് എനിക്ക് പറയാൻ പറ്റുന്നത്. ഇത് രസമാണോ ഇല്ലെന്ന് എനിക്കറിയില്ല, അത് കാണുന്നത് നിങ്ങൾക്ക് അറിയുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു നിർത്തിയത് ഇൻട്രോ എന്ന് പറയുന്ന ഭാഗം കഴിഞ്ഞു. ഇതാണ് ഇൻട്രോ. ഓക്കെ, തിരിച്ചു വരാം. എങ്ങനെ രൂപം കൊണ്ടുവന്നു ആലോചിച്ച് നോക്കിയേ. ഇതെങ്ങനെ രൂപം കൊണ്ടു? ഞാനൊരു കാര്യം പറഞ്ഞു, ഒരു സാധനം നമ്മളിവിടെ പിടിച്ചിട്ടുണ്ട്. ഇവിടെ നിന്നാണ് നമ്മൾ ഇനി അങ്ങോട്ട് പോകാൻ പോകുന്നത്. ഇത് പറഞ്ഞാലേ മനസ്സിലാവത്തുള്ളൂ. 300 മീറ്ററിൽ താഴെയാണ് ഈ കാണുന്ന പച്ച ഷെയ്ഡ് അടിച്ച പ്രദേശങ്ങളിലെ ഉയരം എന്ന് പറയുന്നത്. 300 മീറ്ററിൽ താഴെ. എന്നാൽ ഇതിൻ്റെയൊക്കെ തൊട്ട് നോർത്തിലുള്ള ഈ പ്രദേശങ്ങളിലൊക്കെ ഉയരം ഒരുപാട് കൂടുതലാണ്. എന്നുവെച്ചാൽ ഇവിടെ നിന്ന് ഉയരം അങ്ങ് കുത്തനെ കുറയാണ്. ഇവിടെയൊക്കെ മനസ്സിലായല്ലോ, ഇവിടെ ഉയരം കുറവാണ്. ഇനി ആലോചിക്കുക, അപ്പം എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ ഇവിടെ പച്ച ഷെയ്ഡ് അടിച്ചത്? അല്ലെങ്കിൽ എന്തുകൊണ്ടായിരിക്കും ഇവിടെ ഇങ്ങനെ ഉത്തര മഹാസമതലം എന്ന് പറയുന്ന പ്രദേശ രൂപം കൊണ്ട്? അതിനു മുന്നേ എന്താണ് ഉത്തര മഹാസമതലം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഉയരം കൂടുതലുള്ള പ്രദേശങ്ങളിൽ നിന്ന് കുറേ നദികൾ ഉത്ഭവിച്ചൊഴുകുന്നുണ്ട്. ഈ വരച്ചു വെച്ചിരിക്കുന്ന സിന്ധു എന്ന് പറയുന്ന നദിയാണ്, അതിൻ്റെ പോഷകനദികളാണ് ഈ കാണുന്നത്. ഇത് ഗംഗ എന്ന് പറയുന്ന നദിയാണ്, അതിൻ്റെ പോഷക നദികൾ വരച്ചിട്ടില്ല. ഇത് ബ്രഹ്മപുത്ര, അതിൻ്റെ പോഷകനദികൾ വരച്ചിട്ടില്ല. ഇങ്ങനെ 10,000 നദികളുണ്ട് ഈ പ്രദേശങ്ങളിലെല്ലാം. ഈ നദികളിൽ കുറേ നദികൾ, ഭൂരിഭാഗം നദികളും അല്ലെങ്കിൽ മെജോറിറ്റി നദികളും ഹിമാലയത്തിനാണ് ഉത്ഭവിച്ചൊഴുകുന്നത്, അല്ലെങ്കിൽ ഉത്തര പർവ്വത മേഖലയിൽ നിന്നാണ് ഉത്ഭവിച്ചൊഴുകുന്നത്. അങ്ങനെ പറയുന്നതാണ് ശരി. കാരണം ട്രാൻസ് ഹിമാലയത്തിൽ നിന്നൊക്കെ നദികൾ ഉത്ഭവിക്കുന്നുണ്ട്. അപ്പോൾ ഉത്തര പർവ്വത മേഖലയിൽ നിന്ന് ഉയരം കൂടുതലുള്ള പ്രദേശത്ത് നിന്നും, അതല്ലേ കുറച്ചും കൂടി രസം പറയാൻ, 900 മീറ്ററിന് മുകളിൽ ഉയരമുള്ള പ്രദേശങ്ങളിൽ നിന്നൊക്കെ കുറേ നദികൾ, വലിയ നദിയാണ് ഇതെല്ലാം, ഗംഗ, ബ്രഹ്മപുത്ര, സിന്ധു ഒക്കെ ഉത്ഭവിച്ചൊഴുകുന്നു. കുറേ ദൂരം അങ്ങനെ കടന്നു പോകുന്നു, കുത്തനെ ഇറങ്ങി പോകുന്നു. കുറേ കഴിയുമ്പോൾ ഇന്ത്യയുടെ ഈ ഭാഗത്തിൻ്റെ, ഇന്ത്യയുടെ മാത്രമല്ല കേട്ടോ, ഇത് വേറെ രാജ്യങ്ങളിലൊക്കെ ഉണ്ട്, ഈ ഭാഗങ്ങളിൽ ഉയരം ഒരുപാട് അങ്ങ് കുറയുന്നു. 300 മീറ്റർ വരെയൊക്കെ ഉയരം താഴുന്നു. അപ്പോൾ ഈ നദികളും അതിനനുസരിച്ച് അതിൻ്റെ ഒഴുക്കും
കാര്യങ്ങളൊക്കെ മാറുന്നു, സ്പീഡും കാര്യങ്ങളും വേഗതയൊക്കെ മാറും. നമുക്കറിയാം നല്ല ഉയരത്തിൽ നിന്ന് വരുമ്പോൾ വേഗത കൂടുതലായിരിക്കും, താഴ്ന്നു വരുമ്പോൾ വേഗതയും കുറയും സ്വാഭാവികമായിട്ടും. അങ്ങനെ വേഗതയും കാര്യങ്ങളൊക്കെ കുറയുമ്പോൾ ഈ നദികൾ വെറുതെ അല്ലല്ലോ ഒഴുകുന്നത്. ഈ നദികൾ ഒഴുകുമ്പോൾ ആ നദികൾ കുറേ അവസാദങ്ങളൊക്കെ വഹിച്ചുകൊണ്ട് വരും, സെഡിമെന്റ്സ്, ഈ പാറക്കഷ്ണങ്ങളൊക്കെ പൊടിച്ച് അതും ഇതുമൊക്കെ മണ്ണും ഒക്കെ ഇളക്കി ഇങ്ങനെ കൊണ്ടുവരും. ഈ കൊണ്ടുവരുന്ന ഈ സാധനങ്ങൾ മുഴുവനും ഈ നദികൾ ഉയരക്കുറവ് സംഭവിക്കുന്ന ആ പ്രദേശം മുതൽ ഇതിൻ്റെ തീരങ്ങളിൽ ഇങ്ങനെ പതുക്കെ നിക്ഷേപിക്കും. പക്ക ക്ലിയർ അല്ലേ? ഇതിൻ്റെ ഇടയിൽ ചിലപ്പോൾ മഴയും പെയ്യുമെന്ന് വിചാരിക്കും. മഴ പെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ നദി കുറച്ചും കൂടി കരകവിഞ്ഞ് ഒഴുകുകയും ചെയ്യും. സാധാരണ നദി ഒഴുകുന്ന ചാലിനേക്കാളും ഒന്നും കൂടി കരകവിഞ്ഞ് ഒഴുകും. അങ്ങനെ കരകവിഞ്ഞ് ഒഴുകുമ്പോൾ അതിൻ്റെ കരയിലൊക്കെ അതിൻ്റെ ആ അവസാദങ്ങൾ നിക്ഷേപിക്കും. കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഈ അവസാദങ്ങൾ ഇങ്ങനെ കിടന്ന് നല്ല ഫലഭൂഷ്ടിയായ മണ്ണായി മാറി. പൊന്ന് വിളയുന്ന മണ്ണെന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. പൊന്ന് വിളയുന്ന മണ്ണ്. ഈ കാണപ്പെടുന്ന പച്ച എന്ന് പറയുന്ന ഈ സ്ഥലത്ത് എന്ത് സാധനം നട്ടാലും പിടിക്കും. ഗോതമ്പ് നട്ടാലും പിടിക്കും, കരിമ്പ് നട്ടാലും പിടിക്കും. കറുത്ത മണ്ണിൽ കാണപ്പെടുന്ന, വെളുത്ത മണ്ണിൽ കാണപ്പെടുന്ന, പച്ച മണ്ണിൽ കാണപ്പെടുന്ന, എന്ത് മണ്ണിൽ കാണപ്പെടുന്ന എന്ത് സാധനം നട്ടാലും ഇതിൻ്റെ ഉള്ളിൽ പിടിക്കും. ഓക്കെ അല്ലേ? കാരണം ഇത് കംപ്ലീറ്റ് പൊന്ന് വിളയുന്ന മണ്ണാണ് കാണപ്പെടുന്നത്. ഈ നദികളുമായി ബന്ധപ്പെട്ടാണ് ഈ സാധനം രൂപം കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ ഉത്തര മഹാസമതലം എങ്ങനെ രൂപം കൊണ്ടു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നദികൾ വഹിച്ചു കൊണ്ടുവരുന്ന അവസാദങ്ങൾ അതിൻ്റെയൊക്കെ നിക്ഷേപ ഫലമായാണ് ഇങ്ങനെ ഒരു പ്രദേശം ഈ കാണപ്പെടുന്ന രാജ്യങ്ങളിൽ. അപ്പോൾ രാജ്യങ്ങളെന്ന് പറഞ്ഞല്ലേ. അപ്പോൾ ഒരു ചോദ്യം അവിടെ ഉണ്ട്, ഉത്തര മഹാസമുദ്രം കാണപ്പെടുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ദേ കിടക്കുന്നു പാകിസ്ഥാൻ. ഇത് ഇങ്ങോട്ട് പാകിസ്ഥാൻ അല്ലേ? അപ്പോൾ ഇത് പാകിസ്ഥാന്റെ ഭാഗമല്ലേ? അപ്പോൾ ഉത്തര മഹാസമുദ്രം കാണപ്പെടുന്ന രാജ്യങ്ങൾ പാകിസ്ഥാൻ. ഉത്തര മഹാസമുദ്രം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന രാജ്യമാണ് ഇന്ത്യ. അടുത്തത് ബംഗ്ലാദേശ് എന്ന് പറയുന്ന രാജ്യം കംപ്ലീറ്റ് ഉത്തര മഹാസമതലത്തിന്റെ ഉള്ളിലാണ്. ബംഗ്ലാദേശൊക്കെ ഒരുപാട് കൃഷി ചെയ്യുന്ന രാജ്യമാണ്. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ബംഗ്ലാദേശിനെ സംബന്ധിച്ച് ഒരുപാട് വലുതാണ്. ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തിന്റെ വലിപ്പം മാത്രമേ ബംഗ്ലാദേശിനുള്ളൂ, ഈ രാജ്യത്തിനുള്ളൂ. ഇവിടെ വരും ഒഡീഷ എന്ന് പറയുന്ന സ്റ്റേറ്റിന്റെ അത്രയും മാത്രം വലിപ്പമുള്ള രാജ്യമാണ് ബംഗ്ലാദേശ്. പക്ഷെ ബംഗ്ലാദേശ് എന്ന് പറയുന്ന രാജ്യത്തിൽ നിന്നും ഒരുപാട് സാധനങ്ങൾ ഇന്ത്യ ഇറക്കുമതി ചെയ്യുന്നുണ്ട്, കൃഷിയുമായി ബന്ധപ്പെട്ട പല ഉൽപ്പന്നങ്ങൾ. കാരണം എന്ത് സാധനം നട്ടാലും പിടിക്കുന്ന രാജ്യമാണ് ബംഗ്ലാദേശ്. അതിന്റെ കുറെ പ്രദേശങ്ങൾ. പാകിസ്ഥാന്റെയും അങ്ങനെ തന്നെ ഈ ഒരു ഭാഗം സിന്ധു എന്ന് പറയുന്ന നദിയുമായി ബന്ധപ്പെട്ടാണ് ഈ ഒരു ഭാഗങ്ങളിൽ ഇത്രയും എക്കൽ മണ്ണും ഈ സമതലങ്ങൾ രൂപം കൊള്ളാൻ കാരണം. ഇങ്ങോട്ട് പോകുമ്പോൾ ഗംഗ എന്ന് പറയുന്ന നദിയും അതിൻ്റെ പോഷകനദികളുമായി ബന്ധപ്പെട്ടാണ് ഈ പ്രദേശങ്ങൾ രൂപം കൊള്ളാൻ കാരണം. ഇങ്ങോട്ട് പോകുമ്പോൾ ബ്രഹ്മപുത്രയും അതിൻ്റെ പോഷകനദികളുമാണ് ഈ പ്രദേശങ്ങളിൽ ഉത്തര മഹാസമുദ്രം വ്യാപിച്ച് വരാൻ കാരണം. ഓക്കെ അല്ലേ? മനസ്സിലാവുന്നില്ലേ? ഓക്കെ. അപ്പോൾ ഉത്തര മഹാസമതലം എങ്ങനെ രൂപം കൊണ്ടു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹിമാലയൻ നദികൾ മാത്രമല്ല അല്ലാത്ത നദികളുണ്ട്. കാരണം ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് പറയാനുണ്ട്. എന്നാലും പ്രധാനമായിട്ടും ഹിമാലയ നദി എന്നാണ് പറയുന്നത്, അത്രേ ഉള്ളൂ. അപ്പോൾ ഹിമാലയൻ നദി ഞാനിപ്പോൾ ഒരു പക്ഷേ അങ്ങനെ പറയുന്നില്ല, കാരണം അങ്ങനെ പറയുന്നതിൽ തെറ്റുണ്ട്. ഹിമാലയൻ നദികളും അതുകൂടാതെ മറ്റു കുറച്ച് നദികളും വഹിച്ചു കൊണ്ടുവരുന്ന അവസാദങ്ങൾ അതിൻ്റെ നിക്ഷേപ ഫലമായി രൂപം കൊണ്ട ഇന്ത്യയിലും മറ്റു പല രാജ്യങ്ങളിലുമായിട്ട് വ്യാപിച്ചു കിടക്കുന്ന ഏറ്റവും കൃഷിയോഗ്യമായ ഈ ഒരു പ്രദേശത്തെയാണ് നമ്മൾ ഉത്തര മഹാസമതലം അഥവാ നോർത്തേൺ ഗ്രേറ്റ് പ്ലെയിൻ എന്ന് പറയുന്നത്. വേറൊരു കാര്യം നിങ്ങളോട് പറയട്ടെ, അത് ചോദ്യമൊന്നുമല്ല, PSC ചോദ്യമൊന്നുമല്ല, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി. 130 കോടി ജനസംഖ്യയുണ്ട് ഈ ഒരു രാജ്യത്ത്, ഇന്ത്യയിൽ. 90 കോടി ജനസംഖ്യയും ഇതിൻ്റെ ഉള്ളിലാണ്. 130 കോടി ജനസംഖ്യയുള്ള ഈ ഒരു രാജ്യത്ത് 90 കോടിയോളം ആളുകളും ഈ കാണപ്പെടുന്ന സംസ്ഥാനങ്ങളുടെ അല്ലെങ്കിൽ ഈ കാണപ്പെടുന്ന പ്രദേശങ്ങളുടെ ഉള്ളിലാണ് താമസിക്കുന്നത്. പാകിസ്ഥാന്റെ കാര്യം അറിയണോ? ഇതാണ് പാകിസ്ഥാൻ, ഈ ഭാഗത്ത് വരുന്നത്. പാകിസ്ഥാന്റെ ടോട്ടൽ പോപ്പുലേഷന്റെ വലിയൊരു ശതമാനവും ഈ കാണപ്പെടുന്ന പച്ചക്കുള്ളിൽ മാത്രമാണ്. ജനസാന്ദ്രതയും അവിടെ തന്നെയാണ്. ഓക്കെ അല്ലേ? ഇനി ഇങ്ങോട്ട് വരാം ചോദ്യം, ഇത് വെച്ച് കണക്ട് ചെയ്യാം. ഇന്ത്യക്ക് 4 ഭൂപ്രകൃതി വിഭാഗങ്ങളെ ഉള്ളൂ എന്ന് ഞാൻ പറഞ്ഞു. ഏതൊക്കെയാണെന്ന് മലയാളത്തിലും ഇംഗ്ലീഷിലും പറഞ്ഞു. ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയും ജനസംഖ്യയുമുള്ള ഇന്ത്യൻ ഭൂപ്രകൃതി വിഭാഗം ഏതായിരിക്കും? ആലോചിച്ച് പറ. ഏറ്റവും വലുതെന്നല്ല ഈ ചോദിക്കുന്നത്. ഏറ്റവും വലുതെന്ന് ചോദിച്ചാൽ വേറെയാണ്. ഉത്തര മഹാസമതലം ഇത്രയേ ഉള്ളൂ പറഞ്ഞു വരുമ്പോൾ, അല്ലെ, ഇത്രയും ചെറിയൊരു പോർഷൻ, ഇന്ത്യയുടെ ഒരു കാഭാഗം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അങ്ങനെ ഞാൻ പറയുന്നില്ല, ഒരു ഇതിൽ പറയാം. ഏറ്റവും വലുത് ഇതാണ്, ഉപദ്വീപീയ പീഠഭൂമി. കാരണം ഉപദ്വീപീയ പീഠഭൂമി ഇവിടെ മുതൽ ഇങ്ങനെയൊക്കെ ഉണ്ട്. ഉപദ്വീപീയ പീഠഭൂമി ഇത്രയുണ്ട്. ഉപദ്വീപീയ പീഠഭൂമി. തീരസമതലം, ഇതാണ് തീരസമതലം. ഓക്കെ. ദ്വീപുകൾ അതിൻ്റെ കൂടെ തന്നെ വരുന്നതാണ്. നല്ല ഇവിടെയൊക്കെ വരുന്നത് ദ്വീപുകൾ.
ചോദ്യം ഏറ്റവും വലുത് ഏതാണെന്നാണ് ഇപ്പൊ ചോദിക്കുന്നത്. നേരത്തെ ചോദിച്ചാൽ വേറെയാണ്. ഏറ്റവും വലുത് ഏത്? കുഴപ്പമില്ലല്ലോ ഇങ്ങനെ മാറ്റിമറിച്ചൊക്കെ ചോദിക്കുമ്പോൾ. ഇങ്ങനെയൊക്കെ ചോദിച്ചാലേ ക്ലാസ്സുകൾ ഇൻട്രസ്റ്റിംഗ് ആക്കാനും ഉറങ്ങി പോകുന്ന ആൾക്കാരൊക്കെ ഒന്ന് ശരിയാവാനൊക്കെ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ ഇതൊന്ന് ഉറങ്ങും. അപ്പോൾ ഏറ്റവും വലിയ ഇന്ത്യയുടെ ഭൂപ്രകൃതി വിഭാഗം, ഏറ്റവും വലുത് നോക്കിയിട്ട് പറ. ഏറ്റവും വലുത് ഏതായിരിക്കും? വലുത് ഇതാണ് ഏറ്റവും വലുത്, ഉപദ്വീപീയ പീഠഭൂമി. ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ഇന്ത്യയുടെ പ്രകൃതി വിഭാഗം, ജനസംഖ്യ എവിടെയായിരിക്കും കൂടുതൽ? ഇവിടെ അല്ല ജനസംഖ്യ, വലുതിലല്ല ജനസംഖ്യ. പ്രത്യേകം മനസ്സിലാക്കുക, ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യം, ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യമല്ല. ഏറ്റവും വലിയ രാജ്യം റഷ്യ, ഏറ്റവും കൂടുതൽ ജനസംഖ്യ ചൈനയിലാണ്. ജീവിത സാഹചര്യങ്ങൾ, കൃഷി, മറ്റുള്ള പലതും ഡിപ്പെൻഡ് ചെയ്യുന്നു ജനസംഖ്യയെ. രാജ്യത്തിൻ്റെ വലിപ്പം ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഏറ്റവും വലിയ സംസ്ഥാനം ഇന്ത്യയെ സംബന്ധിച്ച് രാജസ്ഥാൻ. എന്നാൽ രാജസ്ഥാനിലല്ല ഏറ്റവും കൂടുതൽ ജനസംഖ്യ, ഉത്തർപ്രദേശിലാണ്. കാരണം രാജസ്ഥാനേക്കാളും കൂടുതൽ ജനങ്ങൾക്ക് ജീവിക്കാൻ നല്ലത് ഉത്തർപ്രദേശാണ്. രാജസ്ഥാൻ ചൂടാണ്, കുറേ പ്രദേശങ്ങൾ മരുഭൂമിയാണ്, കുറേ പ്രദേശങ്ങൾ പാഴ്ഭൂമിയാണ്. ഇവിടെ ഒന്നും അങ്ങനെ വരുന്നില്ല. ഓക്കെ അല്ലേ? അപ്പോൾ പറഞ്ഞു വരുന്നത് വലിപ്പം കൂടുതൽ ഉണ്ട് എന്ന് വെച്ച് അവിടെ ജനസംഖ്യ കൂടുതൽ ഉണ്ടാവണം എന്നില്ല. വലിപ്പം കുറവാണ് എന്ന് വെച്ച് അവിടെ ജനസംഖ്യ കുറവാവണം എന്നുമില്ല. അത് മനസ്സിലാക്കാനാണ് ഇത് പറഞ്ഞത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങോട്ട് വരുമ്പോൾ ഏറ്റവും വലിയ ഇന്ത്യയുടെ ഭൂപ്രകൃതി വിഭാഗം ഉപദ്വീപീയ പീഠഭൂമി, ഏറ്റവും വലുത്. എന്നാൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയും ജനസാന്ദ്രതയുമുള്ള ഇന്ത്യയുടെ ഭൂപ്രകൃതി വിഭാഗത്തെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പേരാണ് ഉത്തര മഹാസമതലം. ജനസംഖ്യയും ജനസാന്ദ്രതയും കൂടുതലാണ്. ഇവിടെ ആളുകൾക്ക് ജീവിക്കാൻ നല്ലതാണ്, നല്ല കാലാവസ്ഥയാണ്, ഉയരമൊന്നും ഒരുപാട് കൂടുതലില്ല, 300 മീറ്ററിൽ താഴേക്ക് ഉയരമുള്ളൂ, ഒരുപാട് തണുപ്പും കാര്യങ്ങളൊന്നുമില്ല, കൃഷി ചെയ്യാൻ പറ്റും, എന്ത് സാധനം നട്ടാലും പിടിക്കും, അങ്ങനെ കഴിഞ്ഞുകൂടാൻ പറ്റും. സോ പല പല സ്ഥലങ്ങളിൽ നിന്നും രാജ്യങ്ങളിൽ നിന്നും പ്രദേശങ്ങളിൽ നിന്നും ഒക്കെ ആൾക്കാർ ഇവിടെ ഒന്നിച്ച് കൂടിയിട്ടുണ്ട്, ചേക്കേറിയിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ടൊക്കെ ആയിരിക്കും ഇവിടെ ഇത്രയും ജനസംഖ്യയും ജനസാന്ദ്രതയും വന്നത്. 130 കോടി ജനങ്ങളിലെ 90 കോടിയും ഇതിൻ്റെ ഉള്ളിലാണെന്ന് പറയുമ്പോൾ തന്നെ ഏകദേശം കത്തിയില്ലേ? ഓക്കെ അല്ലേ? ലോകത്തിലെ ടോട്ടൽ ജനസംഖ്യയുടെ 1% ഈ മേഖലക്കുള്ളിലാണ്. ഈ മേഖല എന്ന് പറയുമ്പോൾ നമ്മുടെ ബംഗ്ലാദേശ്, ഇന്ത്യയുടെ മേഖല പാകിസ്ഥാനായിട്ട് കിടക്കുന്നു. ലോകത്തിൻ്റെ ടോട്ടൽ പോപ്പുലേഷൻ്റെ 1/7 ഇവിടെ മാത്രമാണ്. ഓക്കെ, എക്സ്ട്രാ ഒന്നും പറയുന്നില്ല. ഇനി ഇതിൻ്റെ ഉള്ളിൽ നിന്നുള്ള ചോദ്യങ്ങൾ പറയാം. അതിനു മുമ്പ് ഇപ്പോൾ പറഞ്ഞ ഇൻട്രോ ഈ കാര്യങ്ങളൊന്നും സംശയമില്ലല്ലോ. ഇനി നമുക്ക് ചോദ്യോത്തരം മാത്രമേ ഉള്ളൂ. ഇത് പറയാൻ ഇത്ര സമയം പിടിക്കത്തുള്ളൂ. കാരണം എന്താണെന്ന് പറഞ്ഞ് നിങ്ങൾ മനസ്സിലാക്കി തന്നെ. വെറുതെ ഓരോ ചോദ്യം ഓരോ ഉത്തരം പഠിച്ചു പോകാനായിട്ടാണെങ്കിൽ ഒരു ബുക്ക് എടുത്ത് വായിച്ചാലും മനസ്സിലാവും. നോക്കേ, ഉത്തര മഹാസമുദ്രം വ്യാപിച്ചു കിടക്കുന്ന രാജ്യങ്ങൾ: പാകിസ്ഥാൻ, ഇന്ത്യ, ബംഗ്ലാദേശ്. ഏറ്റവും കൂടുതൽ വ്യാപിച്ചു കിടക്കുന്ന രാജ്യം ഇന്ത്യയാണെന്ന് മനസ്സിലായി. ഉത്തര മഹാസമുദ്രം വ്യാപിച്ചു കിടക്കുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഏതൊക്കെയായിരിക്കാം എന്ന് നോക്കിയിട്ടൊന്ന് പറഞ്ഞേ. ഇതൊക്കെ വെച്ച് ഒന്ന് നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റുമല്ലോ. ഇത് ഏറ്റവും വലുതാണെന്ന് ഞാൻ 2-3 തവണ പറഞ്ഞു. രാജസ്ഥാൻ. ഇതേതാണ് സംസ്ഥാനം? വേണമെങ്കിൽ ക്ലൂ തരാം. ഇതിൻ്റെ ഉള്ളിലാണ് ഇന്ത്യയുടെ തലസ്ഥാനമായ ഡൽഹിയൊക്കെ വരുന്നത്. ഇവിടെ ഹരിയാനയാണ് ഈ സംസ്ഥാനം, ഹരിയാന. ഇതേതാണ് സംസ്ഥാനം? സിന്ധുവിൻ്റെ പോഷ നദികളൊക്കെ ഒഴുകുന്ന അതൊക്കെ കൂടിച്ചേരുന്ന ഡിങ്ക് 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 എന്നൊക്കെ പറയുന്ന സംസ്ഥാനം പഞ്ചാബാണ്. അപ്പോൾ രാജസ്ഥാൻ, ഹരിയാന, പഞ്ചാബ്. ഹിമാചൽ പ്രദേശാണ് ഇത്. അവിടെ പക്ഷേ ഉത്തര മഹാസമുദ്രം ഇല്ല. കാരണം ഹിമാചൽ പ്രദേശ് ഉയരം കൂടുതലുള്ള സംസ്ഥാനമാണ്. അവിടെ എക്കൽ മണ്ണുകളാൽ സമ്പുഷ്ടമായ ഈ സംഭവമൊന്നും ധാരാളം ഇല്ല. ഓക്കെ, ഹരിയാന കിട്ടി. ഇതേതാണ് സംസ്ഥാനം? ഇത് ഗംഗ ഏറ്റവും കൂടുതൽ ദൂരം ഒഴുകുന്ന ഇവിടെയാണ്, ഉത്തർപ്രദേശ്. അപ്പോൾ ഉത്തർപ്രദേശിലും ഉത്തര മഹാസമുദ്രം ഉണ്ട്. ഇത് ബീഹാർ, ഈ കാണപ്പെടുന്നത്. ഇത് ബംഗാൾ. ബംഗാളിൻ്റെ ഷേപ്പ് നിങ്ങളൊന്ന് നോട്ട് ചെയ്തോ. ഇതാണ് ബംഗാൾ. ബംഗാളിൻ്റെ ഷേപ്പ് ഞാൻ അതിൻ്റെ മുകളിൽ കൂടി ഒന്നും കൂടി വരയ്ക്കുകയാണ്ടോ. ഇതാണ് ബംഗാൾ, വെസ്റ്റ് ബംഗാൾ. ഇപ്പോൾ ബംഗാൾ എന്നാണ് പേര്. അത്യാവശ്യം വലിയ സ്റ്റേറ്റ് ആണ്. പക്ഷേ അതിൻ്റെ മുകളിലോട്ട് ഇങ്ങനൊരു വാല് പോലെ ഉണ്ട്. ഇത് പല ആൾക്കാർക്കും കുഴപ്പമാണിത്. പല ആൾക്കാരുടെയും വിചാരം ബംഗാൾ ഇങ്ങോട്ട് ഇല്ലെന്നാണ്. പക്ഷെ ഉണ്ട്. ചുരുക്കി പറഞ്ഞാൽ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലേക്ക് പോകണമെങ്കിൽ ബംഗാൾ വഴി മാത്രമേ പോകാൻ പറ്റത്തുള്ളൂ. സിക്കിം എന്ന് പറയുന്ന സംസ്ഥാനത്തിന് ബംഗാളായിട്ടാണ് അതിർത്തി ഉള്ളത്. ഓക്കെ, അപ്പോൾ ഇത് ബംഗാളിലും ഉത്തര മഹാസമുദ്രം ഉണ്ട്. ഇനി ഒന്ന് മനസ്സിലാക്കണം. ഞാൻ മോളിൽ കൂടി വരക്കുന്നു, ജസ്റ്റ് ഒന്ന് നോക്കിയിരിക്കും. ഇത് ആസാമാണ്. ഒരിക്കൽ കൂടി വരക്കാം. ഇതാണ് ആസാം. ആസാമിലും ഉത്തര മഹാസമുദ്രം ഉണ്ട്. ഇത് അരുണാചൽ പ്രദേശാണ്. അവിടെ ഒന്നും ഉത്തര മഹാസമുദ്രം ഇല്ല. കാരണം നല്ലോണം ഉയരം കൂടിയ സ്റ്റേറ്റ് ആണ്. അപ്പോൾ ഉത്തര മഹാസമുദ്രം വ്യാപിച്ചു കിടക്കുന്ന
ഇന്ത്യൻ സംസ്ഥാനങ്ങളാണ് ഈ പറഞ്ഞത്. ഇത് ബംഗ്ലാദേശ്, നിങ്ങൾക്ക് അറിയാം ബംഗ്ലാദേശിലുണ്ട്. അത് ഇന്ത്യൻ സംസ്ഥാനം അല്ലല്ലോ, മറ്റൊരു രാജ്യമല്ലേ. അപ്പോൾ എത്ര സംസ്ഥാനങ്ങളിൽ വ്യാപിച്ചു കിടക്കുന്നു? 3 രാജ്യങ്ങളിലും 8 ഇന്ത്യൻ സംസ്ഥാനങ്ങളിലുമായിട്ടാണ് ഇത് വ്യാപിച്ചു കിടക്കുന്നത്. 3 രാജ്യങ്ങളിലും 8 ഇന്ത്യൻ സംസ്ഥാനങ്ങളിലുമായിട്ടാണ് നോർത്തേൺ ഗ്രേറ്റ് പ്ലെയിൻ വ്യാപിച്ചു കിടക്കുന്നത്. ആ സംസ്ഥാനങ്ങളുടെ പേര് വേണമെങ്കിൽ ചോദിക്കാം കേട്ടോ. താഴെ തന്നിരിക്കുന്നതിൽ ഉത്തര മഹാസമുദ്രം വ്യാപിച്ച് കിടക്കാത്ത സ്റ്റേറ്റ് ഏതാണെന്നൊക്കെ ചോദിക്കാം. ചോദിച്ച് കണ്ടിട്ടൊന്നുമില്ല. രാജസ്ഥാൻ വ്യാപിച്ച് കിടക്കുന്നു, ഹരിയാന വ്യാപിച്ച് കിടക്കുന്നു, പഞ്ചാബ്. കൃഷി നോക്കി പറഞ്ഞാൽ മതി. കൃഷി ഇവിടെയൊക്കെയല്ലേ കൂടുതൽ. ഹിമാചൽ പ്രദേശിലൊന്നും കൃഷിയില്ലല്ല. ഹിമാചൽ പ്രദേശ് പോലുള്ള സംസ്ഥാനങ്ങളിലോട്ടൊക്കെ പോയിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, ഈ പോപ്പി കഞ്ചാവിൻ്റെയൊക്കെ കൃഷിയല്ലേ കൂടുതലുള്ളത്. പക്ഷേ മെയിൻ കൃഷി അരി, ഗോതമ്പ്, ആ സാധനങ്ങൾ ആലോചിച്ച് പറഞ്ഞാൽ മതി. അപ്പോൾ രാജസ്ഥാൻ ഉണ്ട് കേട്ടോ, അത് ഞാൻ പറയാം. രാജസ്ഥാൻ, അവിടെ സംശയം വരാം വേണമെങ്കിൽ. ഹരിയാന, പഞ്ചാബ്, ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഉത്തർപ്രദേശ്, ഇവിടെ ഞാൻ പറയാം, ലാസ്റ്റ് പറയാം, അവിടെ നിൽക്കട്ടെ. ബീഹാർ, ഇതൊക്കെ കൃഷി നല്ലോണം ഉണ്ട്. ബംഗാൾ, ഒരുപാട് കൃഷിയുണ്ട്, നമുക്കറിയാം, 6 എണ്ണമായി. 7ാമത്തേൻ്റെ പേര് ആസാം, 8ാമത്തേൻ്റെ പേര് ഉത്തരാഖണ്ഡ്. അവിടെ ഒരു സംശയം വരാം. ഉത്തരാഖണ്ഡ് നമുക്കറിയാം, ഈ അത്യാവശ്യം നല്ല പേര് തന്നെ ഉണ്ട്. ഉത്തരാഖണ്ഡ് ഒരു ഉയരം കൂടിയ സ്റ്റേറ്റ് ആണെന്നുള്ള കാര്യം. ഈ മണാലി ക്രീം അതേപോലുള്ള സാധനങ്ങളുടെയൊക്കെയാണ് ഈ കൃഷി കൂടുതൽ. അരി, ഗോതമ്പ്, ബാർലി, കരിമ്പിൻ്റെയൊക്കെ കൃഷി കുറവാണെന്ന് നമുക്കറിയാം. ഉയരം കൂടുതലാണെന്ന് നമുക്കറിയാം. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ ഉത്തരാഖണ്ഡ് നല്ലോണം ഉയരം കൂടിയ സ്റ്റേറ്റ് ആണ്. പ്രത്യേകിച്ച് ഗംഗ ഉത്ഭവിച്ച് ഒഴുകുന്നു, ഹിമാലയവും കടന്നു പോകുന്ന സ്റ്റേറ്റ് ആണ്. പക്ഷേ ഉത്തരാഖണ്ഡ് നോക്കിയേ, ചിന്തിച്ചു നോക്കിയേ, ഞാൻ മുഴുവനും പച്ച കൊടുത്തിട്ടില്ലല്ലോ, കുറച്ചല്ലേ കൊടുത്തിട്ടുള്ളൂ. അതിൻ്റെ റീസൺ, ഇവിടെ ഗംഗ ഉത്ഭവിച്ച് ഒഴുകുന്നു ടോപ്പിൽ, ഉത്തരാഖണ്ഡിൻ്റെ ഏറ്റവും ടോപ്പിൽ ഫോറസ്റ്റ് ഏരിയ ആണ്. പിന്നെ കുറച്ച് ദൂരം കഴിയുമ്പോൾ ഇവിടെ ഋഷികേശ് വരുന്നു. ഋഷികേശൊക്കെ ഉയരം കൂടുതലാണ്. ഋഷികേശ് ഒന്നും നോർത്തേൺ ഗ്രേറ്റ് പ്ലെയിൻ്റെ ഭാഗമായ സ്ഥലമല്ല. കുറച്ച് കഴിയുമ്പോൾ ഹരിദ്വാർ വരുന്നു. ഇവിടെയാണ് ഹരിദ്വാർ വരുന്നത്. ഹരിദ്വാർ ഗംഗയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഹരിദ്വാർ വരുന്നത്. ഈ ഹരിദ്വാർ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് ഗംഗ സമതല പ്രവേശങ്ങളിലേക്ക് കടക്കുന്നതെന്നുള്ള ചോദ്യം നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് പലതവണ PSC ആവർത്തിച്ചിട്ടുണ്ട്. ഗംഗ എന്ന് പറയുന്ന നദി സമതലത്തിലേക്ക് പ്രവേശിക്കുന്നത് ഹരിദ്വാറിൽ വെച്ചിട്ടാണ്. ഹരിദ്വാർ ഉത്തരാഖണ്ഡിൽ വരുന്ന സ്ഥലമാണെങ്കിലും ഹരിദ്വാർ ഉയരക്കുറവുള്ള സ്ഥലമാണ്. ഹരിദ്വാർ കൂടുതലും സമതലങ്ങൾ ഉള്ള സ്ഥലമാണ്, മൗണ്ടെയ്ൻസ്, ഹില്ലുകളുള്ള സ്ഥലമല്ല. അപ്പോൾ ഹരിദ്വാറിൻ്റെ ഭാഗമായിട്ടും കുറേ പ്രദേശങ്ങളിൽ ഉത്തര മഹാസമതലം ഉണ്ട്. അതുകൊണ്ട് ഉത്തരാഖണ്ഡ് ഉത്തര മഹാസമതലമുള്ള ഇന്ത്യൻ സ്റ്റേറ്റ് ആണ്. ഒരിക്കൽ കൂടി, ഉത്തരാഖണ്ഡ് ഉത്തര മഹാസമതലമുള്ള ഇന്ത്യൻ സ്റ്റേറ്റ് ആണ്. ഒരിക്കൽ കൂടി, ഉത്തരാഖണ്ഡ് ഉത്തര മഹാസമതലമുള്ള ഇന്ത്യൻ സ്റ്റേറ്റ് ആണ്. അങ്ങനെ 8 എണ്ണം. ഇനി ഏതൊക്കെയാണ് നിങ്ങൾ എണ്ണി നോക്കിയാൽ മതി, ഇതൊന്നും വീണ്ടും പറയുന്നില്ല. അതൊക്കെ മനസ്സിലായല്ലോ. 3 രാജ്യങ്ങളും 8 ഇന്ത്യൻ സംസ്ഥാനങ്ങളും. ജനസംഖ്യയുടെ കാര്യം, കൃഷി, അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ മനസ്സിലായി. കൃഷിയൊക്കെ പ്രധാനമായിട്ടും ഇതിൻ്റെ ഉള്ളിലാണെന്ന് മനസ്സിലായി. നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ടോട്ടൽ ഗോതമ്പ് ഉൽപ്പാദനത്തിൻ്റെ 70% ഈ കാണപ്പെടുന്ന ഉത്തര മഹാസമതലത്തിനുള്ളിലാണ്. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന് ടോട്ടൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന നെല്ലിൻ്റെ 50% ഇതിൻ്റെ ഉള്ളിലാണ്. നെല്ലിൻ്റെ പ്രത്യേകത, നെല്ല് തീരപ്രദേശങ്ങളിലൊക്കെ കാണപ്പെടുന്നുണ്ട്. കുട്ടനാട് മേഖലകൾ, അങ്ങനെയൊക്കെ കുറേ സ്ഥലങ്ങളിലുണ്ട്. സോ നെല്ലിൻ്റെ 50% ഇതിൻ്റെ ഉള്ളിലും ഗോതമ്പിൻ്റെ 70% ഇതിൻ്റെ ഉള്ളിലുമാണ്. ഈ ഉത്തര മഹാസമതലത്തെ പണ്ട് വിളിച്ചിരുന്നത് ആര്യവർത്തനം എന്നൊരു പേരായിരുന്നു. ആര്യവർത്ത എന്നൊരു പേരിലായിരുന്നു. കാരണം അതിൻ്റെ ഇംഗ്ലീഷ് വാക്ക് ലാൻഡ് ഓഫ് ആര്യാസ് എന്നാണ് കേട്ടോ. ആര്യന്മാരുടെ നാട് എന്ന് അറിയപ്പെട്ടിരുന്നത് ഉത്തര മഹാസമതലമായിരുന്നു. ആര്യന്മാരുടെ നാട് എന്നറിയപ്പെട്ടിരുന്ന ഭൂപ്രദേശം ഏതാണെന്ന് ചോദിച്ചാൽ ഉത്തര മഹാസമതലമായിരുന്നു. ഇവിടെയാണ് ആര്യന്മാർ ആദ്യമായിട്ട് കുടിയേറി പാർത്ത് എന്നൊക്കെ വിശ്വസിക്കപ്പെടുന്നത്. സിന്ധുവിൻ്റെ തീരത്താണ് ഈ സംഭവമൊക്കെ, അങ്ങോട്ടൊക്കെ പിന്നീട് ഗംഗയുടെ തീരത്തേക്ക് വന്നു. അപ്പോൾ ആര്യന്മാരുടെ നാട് എന്നറിയപ്പെട്ടിരുന്ന ഇന്ത്യൻ സ്റ്റേറ്റ് ഉത്തർപ്രദേശാണ്. അതൊന്ന് നോട്ട് ചെയ്യുക. ആര്യന്മാരുടെ നാട്, ലാൻഡ് ഓഫ് ആര്യാസ്, ആര്യവർത്തനം എന്നും പറയും, എന്ന് അറിയപ്പെട്ടിരുന്ന ഇന്ത്യയുടെ ഭൂപ്രദേശം അല്ലെങ്കിൽ ടോപ്പോഗ്രഫി, അതാണ് ഭൂപ്രകൃതി അല്ലെങ്കിൽ ടോപ്പോഗ്രഫിയാണ് ഉത്തര മഹാസമതലം. ആര്യന്മാരുടെ നാട് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സ്റ്റേറ്റ് ആണ്
ഉത്തർപ്രദേശ്. ഇതും മനസ്സിലായി. ഈ ഭാഗത്താണ് ഏറ്റവും കൂടുതൽ ഈ ഹിന്ദു മതവിശ്വാസികൾ തിങ്ങി പാർക്കുന്നത്. അതുകൊണ്ട് തന്നെ ലാൻഡ് ഓഫ് ഹിന്ദുസ് എന്നറിയപ്പെടുന്ന ഭൂപ്രകൃതി ഇത് തന്നെയാണ്. ലാൻഡ് ഓഫ് ഹിന്ദുസ്, ഹിന്ദുസ്ഥാൻ എന്നതിനെ വിളിക്കും കേട്ടോ. ലാൻഡ് ഓഫ് ഹിന്ദുസ് അഥവാ ഹിന്ദുസ്ഥാൻ എന്നൊക്കെ അറിയപ്പെട്ടിരുന്ന ഒരു ഭൂപ്രദേശമാണ് ഉത്തര മഹാസമതലം. അതുമൊക്കെ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് വെക്കുക. ഇനി ഉത്തര മഹാസമതലം ഏറ്റവും കൂടുതൽ വ്യാപിച്ച് കിടക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം നോക്കി പറയാൻ പറ്റുമല്ലോ. രാജസ്ഥാനാണോ ഹരിയാന ആണോ? ഏറ്റവും കൂടുതലാണ് കേട്ടോ. ഹരിയാനയൊക്കെ കംപ്ലീറ്റ് ഉത്തര മഹാസമതലമാണ്. പഞ്ചാബ് കംപ്ലീറ്റ് അതാണ്. ബീഹാറിൻ്റെ കുറേ പോർഷൻ ഉണ്ട്. ഏറ്റവും കൂടുതലുള്ളത് ഉത്തർപ്രദേശ്, കാരണം നീളത്തിൽ കിടക്കുന്ന സ്റ്റേറ്റ് ആണ്. അപ്പോൾ ഉത്തര മഹാസമതലം ഏറ്റവും കൂടുതൽ വ്യാപിച്ച് കിടക്കുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കൃഷി എവിടെയായിരിക്കും? ഏത് ഭൂപ്രകൃതിയിലായിരിക്കും? ഉത്തര മഹാസമതലത്തിലായിരിക്കും. ഇത് ഏറ്റവും കൂടുതലുള്ളത് ഉത്തർപ്രദേശിലാണ്. അപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? ഉത്തർപ്രദേശാണ്. ഇത് തന്നെയാണ് കാരണം. ഈ കാരണം മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇത് സിമ്പിളാണ്. എന്തുകൊണ്ട് ഉത്തർപ്രദേശിൽ കൃഷി ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെയുള്ള ആൾക്കാർ പണ്ട് മുതലേ അങ്ങനെ കർഷകരായിട്ട് വന്നവരല്ല. അവിടെ എന്ത് സാധനം നട്ടാലും പിടിക്കും. അത് മനസ്സിലാക്കി കർഷകരായവരാണ്. അപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. ഗോതമ്പ്, ബാർലി, കരിമ്പ് ഇതൊക്കെ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് ഉത്തർപ്രദേശിലാണ്. നോട്ട് ചെയ്യുക. ഗോതമ്പ്, ബാർലി, കരിമ്പ്. ഗോതമ്പ്, ബാർലി, കരിമ്പ് എന്നിവ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് ഉത്തർപ്രദേശിലാണ്. നെല്ല് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഇതിന് മുന്നേ ബംഗാളിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ കൃഷിയുള്ള ഇന്ത്യൻ സംസ്ഥാനം, ഏറ്റവും കൂടുതൽ ജില്ലകളുള്ള ഇന്ത്യൻ സംസ്ഥാനം ഉത്തർപ്രദേശാണ്. 75 ജില്ലകളുണ്ട് ഉത്തർപ്രദേശിൽ. 75 ജില്ലകൾ. ഈ ജില്ലകൾ എന്തുകൊണ്ട് ഉത്തർപ്രദേശിൽ കൂടുതൽ വന്നു എന്ന് ചോദിച്ചാൽ, ജില്ലകൾ എന്തുകൊണ്ടായിരിക്കും രൂപീകരിക്കുന്നത്? ജനസംഖ്യ ഡിപ്പെൻഡ് ചെയ്തിട്ടല്ലേ. വെറുതെ കുറേ ജില്ല ഉണ്ടാക്കി വെക്കില്ലല്ലോ, ജനസംഖ്യ വേണ്ടേ അവിടെയൊക്കെ. അപ്പോൾ ഏറ്റവും കൂടുതൽ ജനസംഖ്യ ഉള്ള ഇന്ത്യൻ സംസ്ഥാനം ഉത്തർപ്രദേശ്, ഏറ്റവും കൂടുതൽ ജില്ലകളുള്ളത് ഉത്തർപ്രദേശ്, ഏറ്റവും കൂടുതൽ കർഷകരുള്ളത് ഉത്തർപ്രദേശ്, ഏറ്റവും കൂടുതൽ കന്നുകാലികളുള്ളത് ഉത്തർപ്രദേശ്, ഏറ്റവും കൂടുതൽ വില്ലേജ് ഉള്ളത് ഉത്തർപ്രദേശ്, കൃഷിയെ പ്രധാനമായിട്ടും നോക്കിക്കാണുന്ന ഇന്ത്യൻ സംസ്ഥാനം ഉത്തർപ്രദേശ്. ഇന്ത്യയിലെ തന്നെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലേക്കും പല സാധനങ്ങളും കയറ്റുമതി, കൃഷിയുടെ കാര്യത്തിൽ കയറ്റുമതി ഉത്തർപ്രദേശ്. ഉത്തർപ്രദേശിലെ ഒരു ജില്ല നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ? ഈ ഒരു ഭാഗത്ത് വരും. ഇതാണ് ആ ജില്ല. നേപ്പാളുമായിട്ടൊക്കെ, ഈ ഒരു ഭാഗം നേപ്പാളാണല്ലോ, നേപ്പാളുമായിട്ടും അതിർത്തി പങ്കുവെക്കുന്ന ഈ ഒരു ജില്ല ഈ 75 ജില്ലകളിലെ ഏറ്റവും വലിയ ജില്ലയാണ്. ആ ജില്ലയുടെ പേര് ലഖീംപൂർ എന്നാണ് പേര്. ലഖീംപൂർ. പത്രം വായിക്കുന്ന ആൾക്കാർ കേട്ടിട്ടുണ്ടാവും. ഈ ക്ലാസ് അപ്ലോഡ് ചെയ്യണ ദിവസം വെച്ചിട്ടാണ് ഈ ചോദ്യത്തിൻ്റെ ഇമ്പോർട്ടൻസ്. 2 വർഷം കഴിഞ്ഞിട്ടാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ഇപ്പോൾ ഒരു 2-3 മിനിറ്റ് പറയാൻ പോകുന്ന കാര്യം പഠിക്കണ്ട. ലഖീംപൂർ ഈ ക്ലാസ് അപ്ലോഡ് ചെയ്യണ ദിവസം വെച്ചിട്ട് പറയണേ. കേട്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ? ന്യൂസ് പേപ്പറിലൊക്കെ ഫ്രണ്ടിൽ വന്നിരുന്നതാണ്. ഉത്തർപ്രദേശിലെ ഏറ്റവും വലിയ ജില്ല, ഈ 75 ജില്ലകളിലെ ഏറ്റവും വലിയ ജില്ല, ഉത്തർപ്രദേശിലെ ഏറ്റവും കൂടുതൽ കർഷകരുള്ള ജില്ല ലഖീംപൂറാണ്. ലഖീംപൂരിലെ പ്രശ്നം ഇങ്ങനെയായിരുന്നു സംഭവം. ലഖീംപൂരിൽ ഒരു കർഷക സമരമൊക്കെ നടക്കുകയായിരുന്നു. അപ്പോൾ ഒരു പ്രത്യേക പ്രസ്ഥാനത്തിൻ്റെ ആൾക്കാർ, പേര് പറയുന്നില്ല, ആ പ്രസ്ഥാനക്കാർ ഒരു വണ്ടിയൊക്കെ കൊണ്ടുപോയി ഈ കർഷകരുടെ മേത്ത് ഇടിപ്പിച്ചു. ഒരു 4 കർഷകർ ആ വണ്ടി ഇടിച്ചിൻ്റെ ഇതായിട്ട് മരിച്ചു. കർഷകർ തിരിച്ച് ആ വണ്ടിയിലുണ്ടായിരുന്ന ഡ്രൈവർ ഉൾപ്പെടെയുള്ള ഒരു 4 പേരെ കത്തിക്കുകയും ചെയ്തു. ആ കർഷകർ ആ 4 പേരെ കത്തിച്ച കാര്യത്ത് വലിയ കയ്യടി, പക്ഷെ വണ്ടി ഇടിപ്പിച്ചതിന് കയ്യടിയില്ല. അപ്പോൾ ഈ ലഖീംപൂർ എന്ന് പറയുന്ന ജില്ല ഉത്തർപ്രദേശിലാണ്. കർഷകർ ഏറ്റവും കൂടുതലുള്ള ഉത്തർപ്രദേശിലെ ജില്ലയാണ്. ഉത്തർപ്രദേശിലെ ഏറ്റവും വലിയ ജില്ലയാണ്. നേപ്പാളുമായിട്ട് അതിർത്തി പങ്കുവെക്കുന്ന ജില്ലയാണ്. സിഖ് മതക്കാരൊക്കെ ധാരാളം ഉള്ള ഒരു ജില്ല തന്നെയാണ് ലഖീംപൂർ. കർഷക സമരത്തിനൊക്കെ വലിയധികം പ്രാധാന്യമുള്ളൊരു ജില്ലയാണ് ലഖീംപൂർ. നമുക്കറിയാം, ഈ കർഷക സമരങ്ങൾ പോലുള്ള സംഭവങ്ങളൊക്കെ വരുമ്പോൾ ഈ പ്രദേശത്തിനേക്കാളും കൂടുതൽ ഈ ഭാഗങ്ങളിലാണ് അത് ശക്തി പ്രാപിക്കുന്നത്. കാരണം ഇവിടെയാണല്ലോ കർഷകർ കൂടുതൽ, അതുകൊണ്ടാണ് അവിടെ അതിന് കൂടുതൽ ബലമുള്ളത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ മനസ്സിലായല്ലോ. ലഖീംപൂരിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലായി. ഇവിടെ ഒരു എക്സ്ട്രാ ചോദ്യമുണ്ട്. ഈ ഉത്തര മഹാസമതലത്തെയാണ് ഇന്ത്യയുടെ ധാന്യപ്പൊലി എന്ന് വിളിക്കുന്നത്. ഇന്ത്യയുടെ കൃഷിയുമായി ബന്ധപ്പെട്ട എന്ത് സാധനം ഇവിടെ നിന്ന് ചോദിച്ചാലും നിങ്ങൾക്ക് ഇത് എഴുതാം. അവിടെ വേറെ സംശയം നിങ്ങൾക്ക് വേണ്ട. ഇത് ബുക്കിൽ എഴുതി പഠിക്കുമൊന്നും വേണ്ട. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കൃഷിയുള്ള പ്രദേശം, ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ കൃഷിയുള്ള പ്രദേശം, ഇനി ഏറ്റവും കൂടുതൽ എക്കൽ മണ്ണ് കാണപ്പെടുന്ന ഇന്ത്യൻ പ്രദേശം ഇതാണ്. ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ എക്കൽ മണ്ണ് കാണപ്പെടുന്നത് ഉത്തര മഹാസമതലത്തിലാണ്. എക്കൽ മണ്ണ് നമ്മളതൊക്കെ പറഞ്ഞിട്ടുണ്ട് മണ്ണിൻ്റെ ക്ലാസ്സിൽ. ഇവിടെ പറഞ്ഞ് ഇന്ത്യയുടെ ധാന്യപ്പുര എന്ന് വിളിക്കുന്ന ഭൂപ്രകൃതിയാണ് ഉത്തര മഹാസമതലം. ഇത് കിട്ടും. ഇതിനൊന്നും ധാന്യപ്പുര ആക്കാൻ പറ്റത്തില്ല.
ഇതൊക്കെ ഓക്കെ. അപ്പൊ ഇന്ത്യയുടെ ധാന്യപ്പുര എന്ന് വിളിക്കുന്ന ഭൂപ്രകൃതിയാണ് ഉത്തര മഹാസമതലം. പക്ഷേ ഇന്ത്യയുടെ ധാന്യപ്പുര എന്ന് വിളിക്കുന്ന സംസ്ഥാനം ചോദിച്ചാൽ തെറ്റും. അത് ഉത്തർപ്രദേശ് അല്ല, പഞ്ചാബാണ്. ധാന്യം ഇന്ത്യയുടെ ധാന്യപ്പുര എന്ന് വിളിക്കുന്ന ഇന്ത്യ സംസ്ഥാനം പഞ്ചാബ്. ഏറ്റവും കൂടുതൽ കൃഷി, കന്നുകാലി, കർഷകരൊക്കെ ഉള്ളതാണ് ഉത്തർപ്രദേശ്. ഓക്കെ, ഇത് മനസ്സിലായല്ലോ, വേറെ സംശയമില്ലല്ലോ. അപ്പോൾ ഉത്തര മഹാസമതലം ഇന്ത്യയുടെ ധാന്യപ്പുരയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കാർഷിക ഭൂമിയാണ്. ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ എക്കൽ മണ്ണ് കാണപ്പെടുന്ന പ്രദേശമാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ എക്കൽ മണ്ണ് കാണപ്പെടുന്ന പ്രദേശമാണ്. ഇന്ത്യൻ കൃഷിയുടെ നട്ടെല്ലാണ്. എല്ലാം ആലോചിച്ചാൽ കിട്ടും. ഇന്ത്യൻ കൃഷിയുടെ നട്ടെല്ലാണ്. അതും പോരാത്തതിന് ഭാരതീയ സംസ്കാരത്തിൻ്റെ ഈറ്റില്ലം എന്ന് വിളിക്കുന്നതും ഇതിനെ തന്നെയാണ്. ഭാരതീയ സംസ്കാരത്തിൻ്റെ ഈറ്റില്ലം എന്ന് വിളിക്കുന്നതും ഉത്തര മഹാസമതലത്തെ തന്നെയാണ്. അപ്പോൾ ഉത്തര മഹാസമതലത്തിൻ്റെ പൊസിഷനുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഞാൻ പറഞ്ഞു. ഈ ഭാഗം ഉത്തര പർവ്വത മേഖല, ഈ ഭാഗം ഉപദ്വീപീയ പീഠഭൂമി. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഉപദ്വീപീയ പീഠഭൂമിക്കും ഉത്തര പർവ്വത മേഖലക്കും നടുക്കാണ് എളുപ്പം. അപ്പോൾ ഇന്ത്യയുടെ ഏത് ഭൂപ്രകൃതി വിഭാഗമാണ് ഉപദ്വീപീയ പീഠഭൂമിക്കും ഉത്തര പർവ്വത മേഖലക്കും നടുക്കെന്ന് ചോദിച്ചാൽ ഇതാണ്. ഇത് എഴുതി വെച്ചേക്കുന്ന കാരണം നടുക്ക് അങ്ങനെ ചിന്തിക്കരുത്. ഇവിടെ മാപ്പ് കണ്ട് മനസ്സിലാക്കണം. നടുക്കാണ് ഇത്. ഇനി ഹിമാലയത്തിന് തെക്കും ഉപദ്വീപീയ പീഠഭൂമിക്ക് വടക്കുമായി സ്ഥിതി ചെയ്യുന്ന ഭൂപ്രകൃതി വിഭാഗം ഉത്തര മഹാസമതലം. ഹിമാലയത്തിന് തെക്കും ഉപദ്വീപീയ പീഠഭൂമിക്ക് വടക്കുമായി സ്ഥിതി ചെയ്യുന്ന ഭൂപ്രകൃതി വിഭാഗമാണ് ഉത്തര മഹാസമതലം. ഓക്കെ, നമ്മുടെ ഉത്തര മഹാസമതലത്തെ നദികൾ അടിസ്ഥാനപ്പെടുത്തി 4 തിരിക്കുന്നുണ്ട്. നദികൾ അടിസ്ഥാനപ്പെടുത്തി ഒരു കാര്യം പ്രത്യേകം പറയുന്നു. ഇന്ത്യൻ ഭൂപ്രകൃതിയെ 4 തിരിക്കുന്നു. അതിലൊന്നാണ് ഉത്തര മഹാസമതലം അഥവാ നോർത്തേൺ ഗ്രേറ്റ് പ്ലെയിൻ. അതിനെക്കുറിച്ചാണ് ഈ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി നോർത്തേൺ ഗ്രേറ്റ് പ്ലെയിനെ അല്ലെങ്കിൽ ഉത്തര മഹാസമതലത്തെ നദികൾ അടിസ്ഥാനപ്പെടുത്തി 4 തിരിക്കുന്നു. നദികൾ അടിസ്ഥാനപ്പെടുത്തി അതിൽ ഒന്നാമത്തേൻ്റെ പേര് പഞ്ചാബ് ഹരിയാന സമതലം എന്നാണ്. ഈ പഞ്ചാബ് ഹരിയാന സമതലം ഏത് പ്രദേശമാണെന്ന് ചോദിച്ചാൽ ഈ പാകിസ്ഥാൻ്റെ കുറേ പ്രദേശങ്ങളുണ്ട്. പാകിസ്ഥാനിലും പഞ്ചാബുണ്ട്. ഇനി ഈ പഞ്ചാബിൻ്റെയും ഹരിയാനയുടെയും പ്രദേശം നോക്കിയേ. ഞാനിവിടെ വരക്കുന്നില്ല, ഇവിടെ വരച്ച ആകെ കുളവും. കാരണം കുറേ കാര്യങ്ങൾ നമ്മൾ വരച്ച് വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു പോർഷൻ ഉണ്ട്. ഈ ഒരു പോർഷൻ ഇതില്ല കേട്ടോ. ഈ രാജസ്ഥാൻ്റെ ഭാഗമില്ല. ഈ പഞ്ചാബിൻ്റെ കംപ്ലീറ്റ് ഭാഗം, ഹരിയാനയുടെ കംപ്ലീറ്റ് ഭാഗം, ഡൽഹിയൊക്കെ അതിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ അതാണ് പഞ്ചാബ് ഹരിയാന സമതലം. അപ്പോൾ പഞ്ചാബ് ഹരിയാന സമതലം രൂപം കൊണ്ടതിന് കാരണമായ നദി എന്ന് ചോദിച്ചാൽ സിന്ധുവും അതിൻ്റെ മറ്റുള്ള ട്രിബ്യൂട്ടറീസുമാണ്. രണ്ടാമത്തേൻ്റെ പേര് ഇങ്ങോട്ട് തന്നെ പോവാം നമുക്ക്. കണ്ട് ഇങ്ങോട്ട് വരാം. ഈ ഹരിയാന കഴിഞ്ഞ് ഈ ഒരു ഭാഗം, ഉത്തരാഖണ്ഡിൻ്റെ കുറച്ച് ഭാഗം, ഹരിദ്വാർ ഭാഗം, ഉത്തർപ്രദേശ് കംപ്ലീറ്റ്, ബീഹാർ കംപ്ലീറ്റ്, ബംഗാളിൻ്റെ ഈ ഒരു പോർഷനൊക്കെ വരെയും. ഇവിടെയൊക്കെ കംപ്ലീറ്റ് ഉണ്ട് ബംഗാൾ, പോരാത്തതിന് ഇവിടെ വരെയും. അതാണ് ഗംഗാ സമതലം. ഗംഗ, അതിൻ്റെ പേരും നദിയുടെ പേരും ഒന്ന് തന്നെയാണ്, ഗംഗാ സമതലം. അപ്പോൾ ഏത് നദിയായിരിക്കും ഗംഗാ സമതലം? ഗംഗ. എളുപ്പം. ഇങ്ങോട്ട് പോകുമ്പോൾ ഈ ആസാമിൻ്റെ കുറേ പ്രദേശങ്ങൾ, ബംഗ്ലാദേശ് എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ കുറേ പ്രദേശങ്ങൾ, ബംഗ്ലാദേശിൻ്റെ കുറേ പ്രദേശം ഗംഗാ സമതലത്തിലൊക്കെ ഉണ്ട്. അതൊക്കെ ഉൾക്കൊള്ളുന്നതാണ് ബ്രഹ്മപുത്ര സമതലം. അപ്പോൾ അവിടെ ഒരു ചോദ്യം, ആസാം സമതലം നദിയുമായി ബന്ധപ്പെട്ട് രൂപം കൊണ്ടാണെന്ന് ചോദിച്ചാൽ അത് ബ്രഹ്മപുത്രയാണ്. ബ്രഹ്മപുത്ര മാത്രമല്ല അതിൻ്റെ പോഷകനദികളും. അപ്പോൾ ഇവിടെ പേര് കിട്ടും ഗംഗ, ഇവിടെ പേര് കിട്ടും ബ്രഹ്മപുത്ര. അതിൻ്റെ ട്രിബ്യൂട്ടറീസും ഉണ്ട്, എല്ലാം ഉണ്ട്, ടീസ്റ്റയും അങ്ങനെ പലതും ഒക്കെ ഉണ്ട്. ഓക്കെ, ഈ ഒരു പോർഷൻ കണ്ടോ, രാജസ്ഥാനിൽ കാണപ്പെടുന്ന ഉത്തര മഹാസമുദ്രത്തിൻ്റെ ഭാഗം, അതിൻ്റെ പേരാണ് മരുസ്ഥലി ബാഗർ. മരുസ്ഥലി ബാഗർ. അതും ക്ലിയർ അല്ലേ? ഇത് കാണാൻ പറ്റുന്നുണ്ടല്ലോ. മൂന്നാമത്തെ ഒന്നും ചെറുതായിട്ട് കാണാൻ പറ്റുന്നില്ലെന്ന് തോന്നുന്നു. ഒരിക്കൽ കൂടി ഒന്ന് പറയാം. നമ്മുടെ ഉത്തര മഹാസമുദ്രത്തെ നദികൾ അടിസ്ഥാനപ്പെടുത്തി 4 തിരിക്കുന്നത്. എഴുതണമെന്ന് നോക്കണമെന്നില്ല, ജസ്റ്റ് ഇങ്ങോട്ട് നോക്കിയാൽ മതി. 4 തിരിക്കുന്നു. ഒരെണ്ണത്തിൻ്റെ പേരാണ് പഞ്ചാബ് ഹരിയാന സമതലം. പഞ്ചാബിൻ്റെയും ഹരിയാനയുടെയും പ്രദേശങ്ങളിൽ വ്യാപിച്ച് കിടക്കുന്ന ഉത്തര മഹാസമുദ്രത്തിൻ്റെ ഭാഗമാണത്. സിന്ധുവും പോഷകനദികളുമാണ് അതിന് കാരണം. അടുത്താണ് ഗംഗാ സമതലം. അത് കുറേ സംസ്ഥാനങ്ങളുണ്ട്. ഉത്തരാഖണ്ഡ്, ഉത്തർപ്രദേശ്, ബീഹാർ, ബംഗാൾ, ബംഗ്ലാദേശ് തുടങ്ങിയ രാജ്യങ്ങളിൽ വ്യാപിച്ചു കിടക്കുന്ന ഉത്തര മഹാസമുദ്രത്തിന്റെ ഭാഗമാണ് ഗംഗാ സമതലം. ഗംഗയും ട്രിബ്യൂട്ടറീസുമാണ് കാരണം. അടുത്ത് ഈ ഭാഗത്തോട്ട് പോകുമ്പോൾ, കിഴക്ക് ഭാഗത്തോട്ട് പോകുമ്പോൾ ആസാം എന്ന് പറയുന്ന സംസ്ഥാനത്തിൻ്റെയും ബംഗ്ലാദേശ് രാജ്യത്തിൻ്റെ മറ്റു ഭാഗങ്ങളും ഒക്കെയുള്ളതാണ് ബ്രഹ്മപുത്ര സമതലം. ബ്രഹ്മപുത്രയും ട്രിബ്യൂട്ടറീസുമാണ് കാരണം. ഈ ഭാഗത്തോട്ട് പോകുമ്പോൾ ഉത്തര മഹാസമുദ്രത്തിന്റെ ഭാഗമായി രാജസ്ഥാനിലും ആ ഭാഗത്തുള്ള പ്രദേശങ്ങളിൽ വ്യാപിച്ചു കിടക്കുന്ന പ്രദേശമാണ് മരുസ്ഥലി ബാഗർ. നദിയുമായി ബന്ധപ്പെട്ടാണ് ആ സമതല രൂപം കൊണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന സിന്ധുവിൻ്റെ കുറച്ച് പോർഷനേ ഉള്ളൂ.
ബാക്കിയൊക്കെ വരുന്നത് ലൂണി എന്ന് പറയുന്ന നദിയും സരസ്വതി എന്ന് പറയുന്ന നദിയുമാണ്. അപ്പോൾ ലൂണി, സരസ്വതി, സബർമതി അല്ല കേട്ടോ, സബർമതിയൊക്കെ ഭൂമിക്കടിയിലാണ്. ഇത് സരസ്വതി. ലൂണി, സരസ്വതി എന്നീ നദികളുടെ നിക്ഷേപ ഫലമായ രൂപം കൊണ്ട് രാജസ്ഥാനിൽ വ്യാപിച്ചു കിടക്കുന്നതാണ് മരുസ്ഥലി ബാഗർ. ഓക്കെ അല്ലേ? ഉത്തര മഹാസമുദ്രത്തിലെ ഏറ്റവും വലിയ ഭാഗം ഏതാണ്? ഏറ്റവും വലിയ നദികളുമായുള്ള ക്ലാസിഫിക്കേഷനിലെ ഭാഗം ഗംഗാ സമതലം. ഉത്തര മഹാസമുദ്രത്തിലെ ഏറ്റവും വലിയ ഈ ക്ലാസിഫിക്കേഷനിലെ ഭാഗം ഗംഗാ സമതലമാണ്. ഗംഗാ സമതലമാണ്. ഉത്തര മഹാസമുദ്രത്തിലെ ഏറ്റവും കൂടുതൽ കൃഷിയുള്ള ഭാഗം ചോദിച്ചു കഴിഞ്ഞാലും ഗംഗാ സമതലം തന്നെയാണ്, കാരണം അത് തന്നെയാണ് വലുത്. ഓക്കെ, അപ്പോൾ ആ കാര്യം മനസ്സിലായി. ഇനി പഞ്ചാബ് ഹരിയാന സമതലം പ്രധാന കൃഷി ഗോതമ്പാണ്. പഞ്ചാബ് ഹരിയാന സമതലത്തിലെ പ്രധാന കൃഷി ഗോതമ്പാണ്. ഗംഗാ സമതലത്തിലെ പ്രധാന കൃഷി ഗോതമ്പും നെല്ലും. രണ്ടും സെയിം തന്നെയാണ്, ഗോതമ്പും നെല്ലും. ഇങ്ങോട്ട് പോകുമ്പോൾ ബ്രഹ്മപുത്ര സമതലത്തിലെ പ്രധാന കൃഷി നെല്ലാണ്. ഇവിടെ നെല്ലാണ്. ചണവും നമുക്ക് പറയാവുന്നതാണ്. അപ്പോൾ ബ്രഹ്മപുത്ര സമതലവുമായി ബന്ധപ്പെട്ട് ഈ ഭാഗത്തോട്ട് കടക്കുമ്പോൾ നെല്ലാണ് മെയിൻ കൃഷി, കൂടെ ചണവും പറയാൻ പറ്റും. ഇവിടെ പറയാം മരുസ്ഥലി ബാഗർ സമതലത്തിലെ പ്രധാന കൃഷി ബജ്റയും ജോവറുമാണ്. അത് നോട്ട് ചെയ്യുക. ഞാനിവിടെ എല്ലാം എഴുതുന്നില്ല, കാരണം നിങ്ങൾക്ക് ഇതൊക്കെ മനസ്സിലാവുന്നുണ്ട്. മരുസ്ഥലി ബാഗർ സമതലത്തിലെ പ്രധാന കൃഷി ബജ്റയും ജോവറുമാണ്. ഇതിങ്ങനെ മനസ്സിലാക്കാൻ പറ്റും. ഈ മരുസ്ഥലി ബാഗർ സമതലം വ്യാപിച്ചു കിടക്കുന്ന രാജസ്ഥാനിലാണ്. താർ മരുഭൂമിയുടെയൊക്കെ കുറേ പ്രദേശങ്ങൾ മരുസ്ഥലി ബാഗർ സമതലമാണ്. അവിടെ നല്ല ഫലഭൂഷ്ടിയായ കുറേ മണ്ണുകളും കാര്യങ്ങളൊക്കെ കാണപ്പെടുന്നുണ്ട്. പക്ഷെ മഴ കുറവാണ്. മഴ കുറവായതുകൊണ്ടാണ് അവിടെ മറ്റുള്ള സാധനങ്ങൾ കൃഷി ചെയ്യാൻ പറ്റാത്തതിൻ്റെ കാരണം. അതുകൊണ്ട് അവർ മഴയെ കുറവ് ആശ്രയിക്കുന്ന ബജ്റ, ജോവർ പോലുള്ള കാര്യങ്ങൾ കൃഷി ചെയ്യുന്നു. അതിന് മഴ കുറവ് മതി. വലിയ ചൂട് കൂടിയാലും നശിച്ചു പോകത്തില്ല. ഓക്കെ, അതൊക്കെ നമുക്ക് ഒരു കോമൺ സെൻസ് കൊണ്ട് ആലോചിച്ച് എഴുതാൻ സാധിക്കും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ നദികളെ അടിസ്ഥാനപ്പെടുത്തിയ ക്ലാസിഫിക്കേഷൻ. ഇവിടെ വേറെ സംശയമൊന്നും ഇല്ലെന്നാണ് എനിക്ക് മനസ്സിലായത്. ഓക്കെ അല്ലേ? ഇനി ഒരു ക്ലാസിഫിക്കേഷൻ്റെ കാര്യം ജസ്റ്റ് ഒന്ന് സൂചിപ്പിക്കാം. ഉത്തര മഹാസമുദ്രത്തെ നദികൾ അടിസ്ഥാനപ്പെടുത്തി 4 ആക്കിയാണ് തിരിക്കുന്നതെന്ന് മനസ്സിലായി. ആ 4-ൽ ഒരെണ്ണത്തിൻ്റെ പേരാണ് ഗംഗാ സമതലം. ഏറ്റവും വലുതിൻ്റെ പേരും ഗംഗാ സമതലം തന്നെയാണ്. ഇന്ത്യയിലെ കാര്യം പറയുമ്പോൾ ഈ ഗംഗാ സമതലത്തെ വീണ്ടും 3 ആക്കി തിരിക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് കേട്ടാൽ മാത്രം മതി, വലിയ സംഭവമൊന്നുമല്ല. ആ ഗംഗാ സമതലത്തെ 3 ആക്കി തിരിക്കുന്നത് അപ്പർ ഗംഗ, മിഡ് ഗംഗ, ലോവർ ഗംഗ. ഈ ഒരു പോർഷൻ ഗംഗാ സമതലത്തിൻ്റെ ഒരു ഭാഗം അപ്പർ ഗംഗ. ഈ ഒരു പോർഷൻ ഈ ഉത്തരാഖണ്ഡ്, ഉത്തർപ്രദേശിൻ്റെ ഈ ഭാഗങ്ങൾ അപ്പർ ഗംഗ. ഇങ്ങോട്ട് പോകുമ്പോൾ മിഡ് ഗംഗ. ഇങ്ങോട്ട് പോകുമ്പോൾ ബംഗാൾ പ്രദേശങ്ങളിലോട്ട് പോകുമ്പോൾ ലോവർ ഗംഗ. ഇത്രേ സംഭവമുള്ളൂ. ഇവിടെ ഒരു ചോദ്യം വരാൻ പോകുന്നത് ഈ ഉത്തര മഹാസമുദ്രത്തിൻ്റെ ഭാഗമായിട്ട് വ്യാപിച്ച് കിടക്കുന്ന കണ്ടൽവനമാണ് സുന്ദർബൻസ്. ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കാം. ഉത്തര മഹാസമുദ്രത്തിൻ്റെ തന്നെ ഭാഗമായിട്ട് വ്യാപിച്ച് കിടക്കുന്ന ഒരു വലിയ വനം, വലിയ കണ്ടൽ വനം, ലോകത്തിലെയും ഇന്ത്യയിലേക്ക് ഏറ്റവും വലുതാണ് സുന്ദർബൻസ്. സുന്ദർബൻസ് ഏത് സമതലത്തിൻ്റെ ഭാഗമാണ്? അപ്പർ, മിഡ്, ലോവർ. ഇത്രേ സംഭവമുള്ളൂ. ഇതാണല്ലോ ലോവർ ഗംഗാ സമതലം, ഇതാണല്ലോ മിഡ്, ഇതാണല്ലോ അപ്പർ. അപ്പോൾ സുന്ദർബൻസ് കണ്ടൽ വനങ്ങൾ ഉത്തര മഹാസമതലത്തിൽ ഗംഗാ സമതലത്തിൻ്റെ ഭാഗമാണ്. ബ്രഹ്മപുത്രയുടെയും കുറച്ച് ഭാഗം കൂടിയാണ്. ഈ ഗംഗാ സമതലത്തിൽ ഏത് ഭാഗത്താണ് അത് വ്യാപിച്ച് കിടക്കുന്നതെന്ന് ചോദിച്ചാൽ അപ്പർ, മിഡ്, ലോവർ. ഓക്കെ, കണ്ടോ? വലിയ സംഭവമൊന്നുമല്ല. മനസ്സിലായല്ലോ? മനസ്സിലാക്കേണ്ട പോലെ സാധാരണ പോലെ ഇടുന്ന മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഈ ഒരു ഭാഗം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതിൻ്റെ തന്നെ ഭാഗമായിട്ടുള്ളത് കുറച്ച് ഭൂപ്രദേശങ്ങൾ അടിസ്ഥാനപ്പെടുത്തിയ ക്ലാസിഫിക്കേഷനാണ്. വലിയ സംഭവമല്ല, പെട്ടെന്ന് കഴിയും. വല്ല സംശയം ഉണ്ടാകുന്നത് നോക്കിയേ. ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത ഇന്ത്യയുടെ ധാന്യപ്പുര, ഭാരതീയ സംസ്കാരത്തിൻ്റെ ഈറ്റില്ലം, ഇന്ത്യൻ കൃഷിയുടെ നട്ടെല്ല്, ലോകത്തിലെ ഏറ്റവും കൂടുതൽ എക്കൽ മണ്ണ്, ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ എക്കൽ മണ്ണ്, ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ, ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ജനസാന്ദ്രത, ഡെൻസിറ്റി, ഇതൊക്കെ ഇതിൻ്റെ ഉള്ളിലാണ് വരുന്നത്. ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഇതില്ലെങ്കിൽ ഇന്ത്യയിലെ പല ബാക്കിയുള്ള പ്രദേശങ്ങളിലുമൊക്കെ കൃഷിക്ക് വേണ്ടി മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നൊക്കെ ഇറക്കുമതി ചെയ്യേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ ഒരു കുഴപ്പം, ഈ രാജ്യത്തു നിന്ന് കയറ്റുമതി ചെയ്യാനായിട്ട് വേറെ ഒന്നുമില്ല. പിന്നെ കുറച്ച് ഇരുമ്പുരുക്കും അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ ഉള്ളൂ. മെയിനായിട്ട് ഇത് തന്നെയാണ് കയറ്റുമതി ഈ രാജ്യത്ത് മറ്റുള്ള രാജ്യങ്ങളിലേക്കും ഈ കൃഷി തന്നെയാണ്.
അതുകൊണ്ടാണ് ഇന്ത്യ ഒരു കാർഷിക രാജ്യമായത്. അതുകൊണ്ടാണ് ഈ രാജ്യത്തെ ടോട്ടൽ പോപ്പുലേഷനിലെ 60% ജനങ്ങളും കർഷകരായത്. ഇതൊരു സാധാരണ രാജ്യമാണ്, വലിയ കൂടിയ സെറ്റപ്പുള്ള രാജ്യമൊന്നുമല്ല, കാർഷിക രാജ്യം തന്നെയാണ് ഇന്ത്യ. അപ്പോൾ ഓക്കെ, അപ്പോൾ ഇത് കഴിഞ്ഞു. ഇനി എനിക്കിത് മൊത്തം മായ്ച്ചു കളയാനുണ്ട്. ഇനി നമ്മൾക്ക് ഉത്തര മഹാസമതലത്തിൽ ഭൂപ്രദേശങ്ങളെ ഇതിൻ്റെ ഉള്ളിൽ ഈ പച്ചക്കുള്ളിൽ കാണുന്ന ഭൂപ്രദേശങ്ങളെ 4ആയിട്ട് തിരിക്കുന്നുണ്ട്. അതാണ് ഖാദറും ബങ്കറും ബാബറും ടെറായും. ഇതെന്താണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം, നേരെ അതിലേക്ക് പോവാം. ബാബർ, ടെറായ്, ഖാദർ, ബങ്കർ. ബാബർ, ടെറായ്, ഖാദർ, ബങ്കർ. ഞാൻ നേരത്തെ പറഞ്ഞ ഓർഡർ അവിടെ നിന്ന് ഇങ്ങോട്ടാണ്, ഏത് ഓർഡറിലാണെങ്കിലും പറയാം. ബാബർ, ടെറായ്, ഖാദർ, ബങ്കർ. നമുക്ക് ഈ ഓർഡറിൽ തന്നെ പഠിക്കാം, കുറച്ച് കാര്യം പറയാനുണ്ട്. ഇതെന്താണ് സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാലേ സിമ്പിളാണ്. നോക്കിയാൽ നിങ്ങൾ ഈ ഒരു പോർഷൻ ഇങ്ങനെ ലൈൻ ഇട്ട് വെക്കാൻ സാധിക്കും. കംപ്ലീറ്റ് ഹിമാലയം, ഉത്തരപർവ്വത മേഖല, ഉയരം കൂടുതലാണ്. പിന്നെ കുറച്ചങ്ങാട് കഴിഞ്ഞ് ഈ പച്ചയിലോട്ട് അടുക്കുമ്പോഴേക്കും ഉയരം അങ്ങ് കുത്തനെ കുറയുമെന്ന് ഞാൻ പറഞ്ഞു. ഇതൊരു മല സങ്കല്പിക്കുക. ഈ മലയുടെയൊക്കെ ഈ പ്രദേശങ്ങളിലെ പ്രത്യേകത എന്തായിരിക്കും? ഈ മുകളിൽ നിന്ന് കല്ല് ഉരുണ്ട് വീണ് ഇവിടെയൊക്കെ നിറച്ചും കല്ലുകളായിരിക്കും, അല്ലെ, വലിയ പാറക്കഷ്ണങ്ങളായിരിക്കും. അത്രേ സംഭവമുള്ളൂ ഇവിടെ. ഈ ഒരു കൺസെപ്റ്റിൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ സിമ്പിളാണ്, ഇനി അങ്ങോട്ട് പഠിക്കേണ്ടി വരത്തില്ല. ഇതൊരു മല ഉത്തരപർവ്വത മേഖല എന്ന് പറയുന്ന കംപ്ലീറ്റ് മലകൾ. അതിൻ്റെയൊക്കെ താഴെ ഈ പ്രദേശങ്ങളിൽ ഈ മലയിൽ നിന്ന് ഉരുണ്ട് വരുന്ന കല്ലുകളായിരിക്കും. കുറേ അധികം ദൂരവും ഈ കല്ല് ഉരുണ്ട് മാക്സിമം ദൂരം പോകാൻ പറ്റുമോ അത്രയും ദൂരം കല്ലുകളായിരിക്കും. മാക്സിമം ദൂരം പോകാൻ പറ്റും, ഒരു 10-16 കിലോമീറ്ററൊക്കെ പോകാൻ പറ്റുമായിരിക്കും. ഇത്രയും സംഭവമുള്ളൂ. അപ്പോൾ കഴിഞ്ഞു. അപ്പോൾ ഇതാണ് സംഭവം. ഉത്തരപർവ്വത മേഖലക്ക് തൊട്ട് കിഴക്കായിട്ട് ഉത്തരപർവ്വത മേഖല, അവിടെ ഹിമാലയൻ ക്ലാസിഫിക്കേഷനൊക്കെ ഉണ്ട്, അതിനെക്കുറിച്ച് ഒന്നും ഞാനിവിടെ പറയുന്നില്ല. അതൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കയ്യിൽ നിന്ന് പോകും. ഉത്തരപർവ്വത മേഖലക്ക് ശ്രദ്ധിച്ചിരിക്കണേ. ഉത്തരപർവ്വത മേഖലക്ക് തൊട്ട് തെക്കായിട്ട് നിറച്ചും പാറ കഷ്ണങ്ങൾ നിറഞ്ഞ ആ പ്രദേശമാണ് ബാബർ. ഓക്കെ അല്ലേ? ബാബർ എന്ന് കേൾക്കുമ്പോൾ തന്നെ അറിയാം, നമ്മുടെ ബാർബർ അല്ല, അത് മുടിവിട്ട് ബാബർ. അപ്പോൾ ഒരു പാറയുടെ പോലെ തോന്നുന്നില്ലേ? ബാബർ പാറ. അപ്പോൾ ഉത്തര മഹാസമതലത്തിൻ്റെ ഭാഗമായിട്ട് പാറക്കഷ്ണങ്ങൾ നിറഞ്ഞു കിടക്കുന്ന ആ പ്രദേശത്തെയാണ് നമ്മൾ ബാബർ എന്ന് വിളിക്കുന്നത്. ഞാൻ കുറച്ചും കൂടി ഇത് ഭംഗിയായിട്ട് ഇത് ഇവിടെ വരച്ച് ഞാൻ സെറ്റപ്പാക്കി തരാം. അപ്പോൾ ഇങ്ങനെ വരക്കാം. അവിടെ വരക്കാൻ പറ്റില്ല, അവിടെ വരച്ചിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ് സംസ്ഥാനങ്ങളുടെ കിടപ്പും കാര്യങ്ങളൊക്കെ മായും. ഇതാണ് ഉത്തരപർവ്വത മേഖല, അതായത് ഈ ഭാഗം. ഓക്കെ, അപ്പോൾ ഉയരം ഒത്തിരി കൂടുതലാണ്. അങ്ങോട്ട് വരുന്നതോടും ഉയരം കുറഞ്ഞാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഏറ്റവും സ്റ്റാർട്ടിങ്ങിലായിട്ട് ഇങ്ങനെ പാറക്കഷ്ണങ്ങൾ നിറച്ച് കിടക്കുകയാണ്. ബ്ലാക്ക് കൊണ്ട് വരയ്ക്കാം. ഇവിടെയൊക്കെ നിറച്ചും പാറക്കഷ്ണങ്ങൾ ഇങ്ങനെ കിടക്കുകയാണ്. ഈ പാറക്കഷ്ണങ്ങൾ ഇങ്ങനെ നിറച്ച് കിടക്കുന്ന ഈ പ്രദേശത്തിൻ്റെ പേരാണ് ബാബർ. ഏകദേശം ഒരു 16 കിലോമീറ്റർ ദൈർഘ്യം വരെയും പാറക്കഷ്ണങ്ങളാണ്. അപ്പോൾ ബാബർ എന്ന് പറയുന്ന പ്രദേശം ഈ ഒരു ഉത്തരമഹാസമതലത്തിൻ്റെ ഭാഗമായിട്ട് 10-16 കിലോമീറ്റർ ഇങ്ങനെ ഉണ്ട്. ഓക്കെ അല്ലേ? ഇനിയൊരു കാര്യം, നിറച്ചും വലിയ പാറക്കഷ്ണങ്ങളാണ്. അപ്പോൾ ഇവിടെ എങ്ങനെയാണ്? കൃഷിക്ക് നല്ലതായിരിക്കുമോ ചീത്തയായിരിക്കും? ആലോചിച്ച് നോക്കിയാൽ ചീത്തയായിരിക്കും. ഇത്രേ സംഭവമുള്ളൂ. അതായത് കൃഷി ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുള്ള പ്രദേശമാണ്, കൃഷിക്ക് യോഗ്യമല്ലാത്ത പ്രദേശമാണ്. അതാണ് സംഭവം. അപ്പോൾ ഉത്തരമഹാസമതലത്തിൻ്റെ ഭാഗമായിട്ട് കൃഷിയോഗ്യമല്ലാത്ത പ്രദേശം ചോദിച്ചു കഴിഞ്ഞാൽ ബാബർ. ഉത്തരമഹാസമതലത്തിൻ്റെ ഭാഗമായിട്ട് പാറക്കഷ്ണങ്ങൾ നിറച്ചു കിടക്കുന്ന പ്രദേശം ചോദിച്ചു കഴിഞ്ഞാൽ ബാബർ. ഉത്തരപർവ്വത മേഖലക്ക് തൊട്ട് തെക്കായി കാണപ്പെടുന്ന പ്രദേശം ചോദിച്ചു കഴിഞ്ഞാൽ ബാബർ. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഓർഡറിൽ എഴുതി വെച്ചിരിക്കുന്നത്. ക്ലിയർ അല്ലേ? ഇനി പിടിച്ചോ. നദികൾ ഉത്ഭവിച്ചൊഴുകുന്നു. ഏത് നദി ആവട്ടെ, ഗംഗ എന്തെങ്കിലുമൊക്കെ ആവട്ടെ, ആ നദി ഇങ്ങനെ ഉത്ഭവിച്ച് നല്ല ഒഴുക്ക് കട്ടിയുള്ള വെള്ളത്തിൽ ഇങ്ങനെ പോവുകയാണ്. ഇങ്ങോട്ട് വരുമ്പോഴേക്കും വലിയ കൂറ്റം പാറക്കഷ്ണങ്ങളാണ്. അപ്പോൾ നദി ഒഴുകും, സ്വാഭാവികമായിട്ടും അടിയിൽ കൂടി പോവും. പക്ഷെ പൊതുവെ നമ്മൾ നോക്കുമ്പോൾ നദി അപ്രത്യക്ഷമായി പോകുന്ന പോലെ ഒരു ഫീലിംഗ് നമുക്ക് തോന്നാം, സ്വാഭാവികം. കാരണം വലിയ പാറക്കഷ്ണങ്ങളല്ലേ. അപ്പോൾ മലയുടെ മുകളിൽ നിന്ന് നദി വരുമ്പോൾ ഇവിടെയൊക്കെ വലിയ പാറക്കഷ്ണമാണെങ്കിൽ നദി ഒഴുകും, ആ പാറക്കഷ്ണത്തിന് താഴെ കൂടെ വെള്ളം പോരും. പക്ഷേ ആ ഒരു ഒഴുക്കങ്ങ് അത്രക്ക് ഫീൽ ചെയ്യത്തില്ല. അതേ സംഭവമുള്ളൂ. അപ്പോൾ നദികൾ അപ്രത്യക്ഷമായി പോകുന്ന ഉത്തരമഹാസമതലത്തിൻ്റെ ഭാഗമാണ് ഈ ബാബർ.
സംഭവം കിട്ടിയല്ലോ, ഇത്ര വലിയ ആന കാര്യമൊന്നുമല്ല, മനസ്സിലാക്കി കഴിഞ്ഞാൽ ഭയങ്കര എളുപ്പമാണ്. കാണാപ്പാട് ഇരുന്ന് പഠിക്കുമ്പോഴാണ് ഇതൊക്കെ പാട്. ഇതൊക്കെ ഒരു തവണ മനസ്സിലാക്കിയാൽ മതി. ഈ പറഞ്ഞ സ്റ്റോറി വെച്ചിട്ടുണ്ട് ഈ ഭാഗത്ത് ആണ് ഇത് കാണപ്പെടുന്നത്. ഇവിടെ ഞാൻ വരച്ചു കഴിഞ്ഞാലുള്ള കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ വരക്കുമ്പോൾ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ അത് വരും. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ചിന്തിക്കും ഈ ഭാഗമൊക്കെ കംപ്ലീറ്റ് പാറക്കഷ്ണമാണ്, അങ്ങനെയൊക്കെ ചിന്തിക്കും. അപ്പോൾ അത് ഒരു തെറ്റ് പോലെ നിങ്ങളുടെ മനസ്സിൽ പതിയും. അതുകൊണ്ടാണ് ഞാനത് അവിടെ വരക്കാണ്ട് ഇങ്ങോട്ട് വരച്ചത്. ഇവിടെ ആകുമ്പോൾ ആ പ്രശ്നം വരത്തില്ല. എപ്പോഴും നമ്മൾ മാപ്പിൻ്റെ ഉള്ളിൽ വരക്കുമ്പോൾ കൃത്യമായിട്ട് വരച്ചില്ലെങ്കിൽ പല കുട്ടികളുടെയും മനസ്സിൽ വരുന്നുണ്ട്. എനിക്ക് ഇതിനു മുമ്പ് മനസ്സിലായി, 1-2 കമൻറ്റുകൾ അങ്ങനെ കണ്ടിരുന്നു. പല സംസ്ഥാനങ്ങളുടെയും ഷേപ്പ് പോലും നമ്മൾ ഇതിന് മുന്നേ കേരള റിവേഴ്സ് പഠിച്ചപ്പോൾ ഞാൻ കേരള കുറച്ച് വലുതാക്കിയും കർണാടക ഭയങ്കര വലുതാക്കിയും തമിഴ്നാട് വലുതാക്കിയും വരച്ചു. ആ ക്ലാസ്സിൽ തന്നെ ഞാൻ പറഞ്ഞു അതങ്ങനെ വലുതാക്കി വരച്ചത് എനിക്ക് നദികളൊന്ന് വിസ്തരിച്ച് വരക്കാനാണെന്ന്. പക്ഷെ കുറച്ച് പേരല്ല 2 പേര് കമൻറ്റ് ചെയ്ത് കണ്ടിരുന്നു അങ്ങനെ വലുതാക്കി വരച്ചുകൊണ്ട് തന്നെ അവർക്ക് കൺഫ്യൂഷൻ വന്നു. കർണാടക ഇത്രയും വലുതാണോ, തമിഴ്നാട് ഇത്രയും വലുതാണോ എന്നൊക്കെ മനസ്സിലോട്ട് പതിഞ്ഞ പോലെ ഒരു തോന്നൽ വന്നു പറഞ്ഞു. അപ്പോൾ അത് ശരിയല്ല. അപ്പോൾ അങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ഈ പ്രശ്നം വരും. അതുകൊണ്ട് തന്നെ ഇങ്ങോട്ടെടുത്ത് ഇത് വരക്കുന്നില്ല, അവിടെ കുഴപ്പം വരും. മനസ്സിലായല്ലോ, സംഭവം മനസ്സിലായല്ലോ, പക്കയല്ലേ, സംശയമില്ലല്ലോ. ഇതാണ് ബാബർ. ബാബറിനെ കുറിച്ച് എന്തൊക്കെ പോയിന്റ് കിട്ടി? പാറക്കഷ്ണങ്ങൾ നിറഞ്ഞു കിടക്കുന്ന ഉത്തര മഹാസമുദ്രത്തിൻ്റെ ഭാഗമാണ് ബാബർ. സ്വാഭാവികമായിട്ടും കൃഷിക്ക് സ്യൂട്ടബിൾ അല്ലാത്ത ഭാഗമാണ് ബാബർ. നദികൾ അപ്രത്യക്ഷമായി പോകുന്ന ഭാഗമാണ് ബാബർ. അപ്രത്യക്ഷമായി പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ നദികൾ ഒഴുകുന്നുണ്ട്, സംഭവം എത്തിയല്ലോ. അത് തന്നെ 10 മുതൽ 16 കിലോമീറ്റർ വരെയൊക്കെ പാറക്കഷ്ണങ്ങൾ നിറഞ്ഞിട്ടുണ്ട്. കാരണം ഹിമാലയം അല്ലെങ്കിൽ ഉത്തരപർവ്വത മേഖല ഉയരം കൂടുതലാണ്. സ്വാഭാവികമായിട്ടും ഉരുണ്ടുരുണ്ട് വരുന്ന പാറക്കഷ്ണങ്ങൾ കുറേയധികം ദൂരം വരെയും പോകും. അത് ഞാൻ പറഞ്ഞത് 10-16 കിലോമീറ്റർ വരെ ഇങ്ങനെ പോകുന്നു. ഓക്കെ, കൃഷിക്ക് യോഗ്യമല്ല, ആ കാര്യങ്ങളൊക്കെ മനസ്സിലായി. വേറെ ഒരു കുഴപ്പമില്ല. ഉത്തര പർവ്വത മേഖലക്ക് തെക്കാണ് ഇത്, ഏറ്റവും തെക്കാണ് ഇത്. അടുത്തതിലോട്ട് പോകാൻ ടെറായി എന്താ കഴിഞ്ഞു. അപ്പോൾ പാറക്കഷ്ണങ്ങളൊക്കെ കഴിഞ്ഞു, ആ പരിപാടിയൊക്കെ കഴിഞ്ഞു. പാറക്കഷ്ണങ്ങൾ ഉരുണ്ട് 10-16 കിലോമീറ്ററൊക്കെ വരെ വരുള്ളൂ, പിന്നെ അങ്ങോട്ട് പോകുന്നില്ല. പിന്നെ ഈ ഭാഗത്ത് ഇങ്ങനെ കംപ്ലീറ്റ് വനമാണ്, കംപ്ലീറ്റ് വനം. കാരണം നമ്മുടെ ഇന്ത്യയെ സംബന്ധിച്ചും ഈ സംസ്ഥാനങ്ങളെ സംബന്ധിച്ചും ഇതിൻ്റെ ടോപ്പ് ഭാഗങ്ങളിലൊക്കെ ജനസംഖ്യ കുറവാണ്. ജനസംഖ്യ എപ്പോഴും ഈ നദികളുടെയൊക്കെ അടുത്താണല്ലോ കൂടുതലും. നമുക്കറിയാം, നമ്മൾ ഗംഗയിലൊക്കെ അത് പറഞ്ഞാണ്. ഗംഗയുടെ തീരത്തുള്ള പട്ടണങ്ങളിൽ അല്ലെങ്കിൽ സിന്ധുവിൻ്റെ തീരത്തുള്ള പട്ടണങ്ങളിലാണ് എപ്പോഴും പോപ്പുലേഷൻ കൂടുതൽ. അതിന് കാരണം നദിയെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് പോപ്പുലേഷൻ വരുന്നത് എല്ലാം കൊണ്ടും. അപ്പോൾ ഇങ്ങോട്ട് പോകും തോറും ഒക്കെ ജനസംഖ്യ കുറവാണ്. ഹിമാലയത്തിൻ്റെ അടുത്തോട്ട് പോകും തോറും അവിടെ കാട് കൂടുതലാണ്. നമ്മൾ പർവ്വത മണ്ണിൻ്റെ കാര്യവും പറഞ്ഞു. പർവ്വത മണ്ണൊക്കെ ഈ പ്രദേശങ്ങളിൽ ധാരാളം കാണപ്പെടുന്നുണ്ട് മണ്ണിൻ്റെ ക്ലാസ്സിൽ. അതൊന്ന് കണ്ടു നോക്കാം മണ്ണിൻ്റെ ക്ലാസ്. ഇവിടെയൊക്കെ വനമാണ്, കംപ്ലീറ്റ് ഫോറസ്റ്റ്, ഡെൻസ് ഫോറസ്റ്റ് ആണ്. അപ്പോൾ നദി ഇങ്ങനെ ഒഴുകി പോകുന്നുണ്ട് വനത്തിലൂടെ, പക്ഷെ കംപ്ലീറ്റ് വനമാണ്. അതാണ് ടെറായി. കഴിഞ്ഞു. അപ്പോൾ എന്താണ് ടെറായി? ധാരാളം വനം കാണപ്പെടുന്ന ഉത്തര മഹാസമുദ്രത്തിൻ്റെ മേഖലയാണ് ടെറായി എന്ന് പറയുന്നത്. ബാബറിനേക്കാളും കുറച്ചും കൂടി കൃഷിക്ക് യോഗ്യമാണ്, പക്ഷെ കംപ്ലീറ്റ് വനമായതുകൊണ്ട് തന്നെ കൃഷി ചെയ്യാൻ സ്ഥലമില്ല. അത്രേ സംഭവമുള്ളൂ. ഇവിടെ കൃഷിയോഗ്യമാണ്, പക്ഷെ കംപ്ലീറ്റ് ഫോറസ്റ്റ് ഏരിയ ആണ്. മനസ്സിലായല്ലോ. ബാബർ ഒട്ടും കൃഷിയോഗ്യമല്ല, പാറക്കഷ്ണമല്ല, അവിടെ കൊണ്ട് വല്ല നടാൻ പറ്റില്ല. പക്ഷേ ടെറായി നടാൻ പറ്റും, പക്ഷെ കംപ്ലീറ്റ് വനവും വന്യമൃഗങ്ങളും ഒക്കെ ഉണ്ട്. ഇതാണ് ടെറായി എന്ന് പറയുന്നത്. ഈ ടെറായി വനമേഖലയിലാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ഉത്തർപ്രദേശിൻ്റെ ഈ ടോപ്പ് ഭാഗമൊക്കെ കുറേ പ്രദേശങ്ങളൊക്കെ ടെറായിലൊക്കെ വരുന്നുണ്ട്. ഈ ഭാഗങ്ങൾ ടെറായും ബാബറും ഒക്കെ കൂടെ വരുന്നുണ്ട്. ഈ ടെറായിയുടെ ഭാഗമായിട്ട് ഈ ഒരു ഭാഗത്തൊരു നാഷണൽ പാർക്ക് വരുന്നുണ്ട്. ഞാൻ അവിടെ കറക്റ്റ് കൊണ്ടേ വരക്കുന്നില്ല. അതിൻ്റെ പേരാണ് ദുധുവ നാഷണൽ പാർക്ക്. അപ്പോൾ അതൊരു ചോദ്യമാണ്. അതിൻ്റെ പേരാണ് ദുധുവ നാഷണൽ പാർക്ക്. അപ്പോൾ ടെറായി റീജിയനിൽ കാണപ്പെടുന്ന ഇന്ത്യയുടെ നാഷണൽ പാർക്കാണ് ദുധുവ നാഷണൽ പാർക്ക്. സംസ്ഥാനം ഇമ്പോർട്ടൻ്റ്, ബേസിക് ചോദ്യം ഇതാണ്. ദുധുവ നാഷണൽ പാർക്ക് ഈ സംസ്ഥാനത്ത് ഉത്തർപ്രദേശ്. കുറച്ചും കൂടി ആഴ്ന്നിറങ്ങിയ ചോദ്യമാണ്. ദുധുവ നാഷണൽ പാർക്ക് കാണപ്പെടുന്ന ഉത്തര മഹാസമുദ്രത്തിൻ്റെ ഭാഗമാണ് ടെറായി. നിറച്ചും കാടാണ്. ഇനിയൊരു കാര്യമുണ്ട്. നമ്മുടെ ഈ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം നിലവിൽ വന്ന സമയത്ത് ഈ രാജ്യത്തെ കുറേ ജനങ്ങൾ, രാജ്യത്തെ അല്ല, ആ ഒരു പ്രദേശത്തെ കുറേ ജനങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് ഇന്ത്യ മതി എന്ന് പറഞ്ഞു. കുറേ ജനങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് മുസ്ലിം മതി എന്ന് പറഞ്ഞു. അവിടെ അങ്ങനെ മതത്തിൻ്റെ കാര്യമൊന്നുമില്ല കേട്ടോ. ഇപ്പോൾ എക്സാമ്പിൾ പറയുമ്പോൾ മുസ്ലിംസ് ഞാൻ നേരത്തെ പറഞ്ഞ പാകിസ്ഥാൻ മതി എന്നാണ്ടോ. ഓക്കെ, ഒരിക്കൽ കൂടി പറയാം, കഴിഞ്ഞു പോയി. നോക്കേ, അതെല്ലാം കൂടിയാണ് ഒന്നിച്ച് ഈ ഒരു ക്ലാസ്സിൽ പറയുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ പോകുന്നത്. വേറെ കുഴപ്പമൊന്നുമില്ല. നോക്കേ, ശ്രദ്ധിച്ചോ, നമ്മുടെ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം നിലവിൽ വന്നപ്പോൾ
ഈ ഭാഗത്തുള്ള പ്രദേശത്തുള്ള കുറേ ജനങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് ഇന്ത്യ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ചോദിച്ചു, ജനഹിത പരിശോധന എന്നൊക്കെ പറയും അതിനാ. കുറേ ജനങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് പാകിസ്ഥാൻ മതിയെന്ന് പറഞ്ഞു. അത് മതത്തിൻ്റെ കാര്യമല്ല. എക്സാമ്പിൾ പറയുമ്പോൾ മുസ്ലിംസ് പാകിസ്ഥാൻ മതിയെന്നും ഹിന്ദുസ് ഇന്ത്യ മതിയെന്നും പറഞ്ഞു. അങ്ങനെയല്ല സംഭവം. ഓരോ ആൾക്കാരുടെ ഇഷ്ടം അനുസരിച്ചാണ്. ചില ആൾക്കാർക്ക് മതക്കാർക്ക് ഇന്ത്യയോടാണ് ഇഷ്ടം, ചില ആൾക്കാർക്ക് ഈ പ്രദേശത്ത് പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം മന്നം അല്ലെങ്കിൽ അവിടെ താമസിച്ചാൽ മതി എന്നായിരുന്നു ഇഷ്ടം. അതുകൊണ്ട് അങ്ങനെ വന്നു. അപ്പോൾ ഇന്ത്യ മതി എന്ന് പറയുന്ന ആൾക്കാരുടെ എണ്ണമായിരുന്നു കൂടുതൽ. കാരണം ഭൂരിഭാഗം ആൾക്കാർക്കും ഇന്ത്യയിലോട്ട് വരാനായിട്ട് അല്ലെങ്കിൽ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യക്കാരനാവാനായിട്ടായിരുന്നു ആഗ്രഹം. അതുകൊണ്ട് തന്നെ വേണമെന്ന് പറഞ്ഞ ആൾക്കാരായിരുന്നു കൂടുതൽ, വേണ്ട എന്ന് പറഞ്ഞ ആൾക്കാരെക്കാളും. സോ ഇന്ത്യയിലോട്ട് ഒരുപാട് ജനങ്ങൾ വന്നു എന്നാണ് പറയുന്നത്. ഈ ഒരു പ്രദേശത്തെ മൊത്തം പോപ്പുലേഷനിൽ നിന്ന് ധാരാളം പോപ്പുലേഷൻ ഇങ്ങോട്ട് പോകുന്നു. അപ്പോൾ ഇന്ത്യൻ സർക്കാരിന് ബുദ്ധിമുട്ടായി. ഇത്രയധികം ആൾക്കാരൊക്കെ വരുമ്പോൾ എവിടെ കൊണ്ട് താമസിപ്പിക്കും? ഇവരെ സ്ഥലം കൊടുക്കണമല്ലോ, വീടും കാര്യങ്ങളൊക്കെ വേണം. ബാക്കിയൊക്കെ ഏരിയസും ഓരോ ആൾക്കാരുടെ സ്വന്തമല്ലേ. അപ്പോൾ ഈ ഇന്ത്യ ഗവൺമെൻറ് എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ, ഈ ടെറായി മേഖല കംപ്ലീറ്റ് വനമുള്ള മേഖലയാണ്. ഇതിവിടെ കുറച്ച് മാത്രമല്ല, ഇതിവിടെയൊക്കെ കംപ്ലീറ്റ് ടെറായി വനമേഖലയാണ്. ഈ വനമേഖല വെട്ടിത്തെളിച്ച് അവിടുത്തെ കുറേ ഏരിയാസ് ഇവർക്ക് കൊടുത്തു. ഈ പാകിസ്ഥാനിൽ നിന്ന് വന്ന ഈ ഇന്ത്യ വേണം, ഇന്ത്യ മതി എന്ന് പറഞ്ഞ ആൾക്കാർക്ക് കൊടുത്തു. ഇതേ സംഭവമുള്ളൂ. അപ്പോൾ ഇന്ത്യ വിഭജനത്തിൻ്റെ ഭാഗമായി പാകിസ്ഥാനിൽ നിന്ന് വന്ന ആ ആളുകൾക്ക്, കുടിയേറ്റക്കാർക്കെന്ന് പറയാം അല്ലെങ്കിൽ ആ ജനങ്ങളെന്ന് പറഞ്ഞാൽ മതി, ആ ജനങ്ങൾക്ക് ഇന്ത്യ ഗവൺമെൻറ് സ്ഥലം അനുവദിച്ചു കൊടുത്ത ഏരിയയാണ് ടെറായ് എന്ന് പറഞ്ഞത്. ഓക്കെ അല്ലേ? പക്കയല്ലേ? ഓക്കെ. അപ്പോൾ ടെറായ് കിട്ടി. അപ്പോൾ ഇന്ത്യ വിഭജനം ഒരു പോയിന്റായിട്ട് ടെറായിൽ ആലോചിക്കാൻ പറ്റും. ദുദുവ നാഷണൽ പാർക്ക് ഒരു പോയിന്റായിട്ട് ആലോചിച്ച് വെക്കണം. പിന്നെ കൃഷി ചെയ്യാൻ പറ്റും, പക്ഷെ കംപ്ലീറ്റ് വനമാണെന്ന് ആലോചിക്കാൻ പറ്റും. അടുത്തത് ഖാദറും ബങ്കറും. ഇന്ത്യൻ കേരള സോയിൽ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എക്കൽ മണ്ണിനെ രണ്ടായിട്ടാണ് തിരിക്കുന്നത്, അല്ലെങ്കിൽ രണ്ട് തരത്തിലുള്ള എക്കൽ മണ്ണാണ് ഉള്ളത്, ഖാദറും ബങ്കറും. ഖാദി വസ്ത്രം പുതിയതാണെന്ന് നമ്മൾ പറഞ്ഞു. ഈ ബംഗം വന്നതിനെയാണ് പഴയതെന്ന് പറയുന്നത് പറഞ്ഞു. ബംഗം പഴയതാണ്. അപ്പോൾ ബങ്കർ പഴയ എക്കൽ മണ്ണ്, ഖാദർ, ഖാദി എന്നാണ് എഴുതിയിരിക്കുന്നത്, ഖാദർ പുതിയ എക്കൽ മണ്ണ്. ഇത്രേ സംഭവമുള്ളൂ. അപ്പോൾ പുതിയ എക്കൽ മണ്ണ് കാണപ്പെടുന്ന പ്രദേശമാണ് ഖാദർ, പുതിയ എക്കൽ മണ്ണ്, ന്യൂ അലൂവിയൽ സോയിൽ. പഴയ എക്കൽ മണ്ണ് കാണപ്പെടുന്ന പ്രദേശമാണ് ബങ്കർ, ഓൾഡ് അലൂവിയലാണ് ബങ്കർ. ഇവിടെ ഒരു ചോദ്യമുണ്ട്. ഉത്തര മഹാസമതലത്തിൻ്റെ ഈ ഭൂപ്രദേശങ്ങളാണല്ലോ നമ്മൾ ഈ നാലായിട്ട് തിരിച്ച് വെച്ചിരിക്കുന്നത്. ഇതിൽ ഏറ്റവും വലിയ ഭൂപ്രദേശം ഏതായിരിക്കും? ബങ്കറാണ്. ഈ ചോദ്യം ഓർത്ത് വെക്കണം. ഏറ്റവും വലിയ ഭൂപ്രദേശമാണ് ബങ്കർ. അതിൻ്റെ കാരണങ്ങൾ ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം, വേഗം പറഞ്ഞുതരാം. ബാബറിൻ്റെ കണക്ക് മനസ്സിലായി. 10-16 കിലോമീറ്ററൊക്കെ വരെ ബാബറിന് ഏരിയ ഉള്ളൂ. ടെറായുടെ പ്രത്യേകത വനപ്രദേശമാണ്. പക്ഷേ കുറേ പ്രദേശങ്ങളൊക്കെ ഈ പറയുന്ന പാകിസ്ഥാനിൽ നിന്നൊക്കെ ഇന്ത്യയിലോട്ട് വന്ന ആൾക്കാർക്ക് കാട് വെട്ടിത്തെളിച്ച് കൊടുത്തു. ഇപ്പോൾ കുറേ പ്രദേശങ്ങൾ ടെറായി കുറഞ്ഞു. ഓൾറെഡി ടെറായി എന്ന് പറയുന്ന പ്രദേശം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാട് വെട്ടിത്തെളിച്ച് കൃഷി ചെയ്യുന്നതുകൊണ്ട് തന്നെ ടെറായി നല്ലോണം കുറവാണ്. പിന്നെ വരുന്നത് ഖാദറും ബങ്കറും. ഖാദർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നദികളുടെ തീരത്തുള്ള പ്രദേശമാണ് ഖാദർ. എക്കൽ മണ്ണ് എപ്പോഴും, പുതിയ എക്കൽ മണ്ണ്, ന്യൂലി ഫോംഡ് അലൂവിയൽ സോയിൽ എപ്പോഴും കാണപ്പെടുന്ന നദികളുടെ തീരത്ത് കുറച്ച് ഡിസ്റ്റൻസിലാണ്. അപ്പോൾ ഈ നദികളുടെ തീരത്ത് കാണപ്പെടുന്ന പ്രദേശമാണ് ഖാദർ. ഓക്കെ അല്ലേ? ബങ്കർ നദികളോട് ദൂരം കൂടുന്തോറും ആ പ്രദേശമാണ് ബങ്കർ. എന്തുകൊണ്ട് നദികളുടെ തീരത്ത് ആളുകൾ കൂടുതൽ താമസിക്കുന്നുള്ളതിൻ്റെ ഒരു റീസൺ ഇപ്പോൾ മനസ്സിലായില്ലേ? ഒന്ന് ഗതാഗതം, ട്രാൻസ്പോർട്ടേഷൻ ഈസിയാക്കാൻ പറ്റും. രണ്ട്, നദികളുടെ തീരത്താണ് ഖാദർ എന്ന് പറയുന്ന എക്കൽ മണ്ണ് കാണപ്പെടുന്നത്. അതിനെ ന്യൂ അലൂവിയൽ സോയിൽ എന്ന് പറയും ഇംഗ്ലീഷിൽ. ഏറ്റവും ഫലഭൂഷ്ടി കൂടിയത് ഖാദറാണ്. ഇത് പറഞ്ഞിട്ടുണ്ട് മണ്ണിൻ്റെ ക്ലാസ്സിൽ. അപ്പോൾ ഏറ്റവും ഫലഭൂഷ്ടി കൂടിയ എക്കൽ മണ്ണാണ് ഖാദർ, ഫലഭൂഷ്ടി കുറവുള്ളതാണ് ബങ്കർ. ഓക്കെ അല്ലേ? ഫലഭൂഷ്ടി കുറവുള്ളതാണ് ബങ്കർ, ഫലഭൂഷ്ടി കൂടിയതാണ് ഖാദർ. ഈ ഖാദർ നദികളുടെ തീരത്ത് കാണപ്പെടുന്നതുകൊണ്ടാണ് നദികളുടെ തീരത്ത് എപ്പോഴും ആളുകൾ തിങ്ങിപ്പാർക്കുന്ന, കൃഷി ചെയ്യാനൊക്കെ പറ്റും, പിന്നെ ട്രാൻസ്പോർട്ടേഷനും പറ്റും. അതുകൊണ്ട് ഈ ജനസംഖ്യയുടെ കാര്യത്തിൽ കൂടുതൽ അത് തിങ്ങിപ്പാർക്കുന്ന ഏറ്റവും കൂടുതൽ വരുന്നത് ഉത്തര മഹാസമുദ്രമാണെന്ന് മനസ്സിലായി. അതിലെവിടെ വരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ നദികളുടെയൊക്കെ തീരത്തുള്ള പട്ടണങ്ങളിൽ വരുന്നു. പല പട്ടണങ്ങളും. ഏതൊക്കെ പട്ടണങ്ങൾ റിവറിൻ്റെ തീരത്തുണ്ടെന്ന് നോക്കി കഴിഞ്ഞാൽ അത് മനസ്സിലാവും. വാരണാസി ഒക്കെ ജനസംഖ്യ വരാൻ ഇതൊക്കെ ഒരു കാരണമാകും. ഓക്കെ, ഇതാണ് സംഭവം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിന് വരെ കുഴപ്പമൊന്നുമില്ലല്ലോ. ഈ ക്ലാസ് ഞാൻ ഒറ്റ സ്ട്രെച്ചിൽ എടുത്താണ്, ഇല്ലെങ്കിൽ ഒരുപാട് സമയം എടുക്കാനായിട്ട്. പിന്നെ ഭയങ്കര ചൂടാണ് ഈ ഒരു മുറിയിൽ മൊത്തത്തിൽ. അതുകൊണ്ടാണ് ചില സമയത്തൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കയ്യിൽ നിന്ന് പോയത്. അത് ചൂട് വന്നുകൊണ്ടും പിന്നെ ഇതൊക്കെ എല്ലാം ഓർത്തെടുക്കാൻ വേണ്ടി ഇത്രയും കാര്യങ്ങൾ. അതുകൊണ്ട്
ഞാനും പഠിച്ചിട്ടാണ് എടുക്കുന്നതെങ്കിലും നമ്മൾക്ക് ഈ ഓരോ ചോദ്യം നിങ്ങളോട് പറയുന്ന സമയത്ത് തന്നെ അടുത്ത ചോദ്യം മനസ്സിൽ പിടിച്ചിടണം, അടുത്ത കൊണ്ടുവരാനായിട്ട്. ഇല്ലെങ്കിൽ അവിടെ ഒരു ചെറിയൊരു ഇത് വരും. ഓക്കെ, ഇത്രയുള്ള സംഭവം എന്നെക്കൊണ്ട് കഴിയാവുന്ന രീതിയിൽ മാക്സിമം പറയാനും ഈ ക്ലാസ്സിൻ്റെ കൂടെ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ചിത്രങ്ങളൊക്കെ കൊടുക്കാം, അതിനൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതിൽ കൂടുതലൊന്നും ഇവിടുന്ന് പഠിക്കാനില്ല. ഈ ക്ലാസ് ഒരുപാട് കൂടുതലൊന്നുമല്ല, സാധാരണ എടുക്കുന്ന അത്ര തന്നെ എടുത്തിട്ടുള്ളൂ. പല സ്ഥാപനങ്ങളിലും ഞാൻ ഈ ക്ലാസ് പഠിപ്പിച്ചിട്ടുണ്ട് വരച്ച്, അത്ര തന്നെ ഇവിടെ എടുത്തിട്ടുള്ളൂ. ഒരുപാട് എക്സ്ട്രാ കാര്യങ്ങളും പറഞ്ഞിട്ടില്ല. പിന്നെ എക്സ്ട്രാ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഈ ജനസംഖ്യയുടെ കാര്യങ്ങൾ ശതമാനമൊക്കെ. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഇത് മനസ്സിലാക്കിയാലേ കുറേ അധികം ചോദ്യങ്ങൾ നമ്മൾക്ക് ഇവിടെ നിന്ന് പരീക്ഷയ്ക്ക് ചോദിക്കണേക്കാളും മുമ്പ് തന്നെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. വെറുതെ ചോദ്യം ഉത്തരം പഠിച്ചു പോകാനാണെങ്കിൽ ഞാൻ പറഞ്ഞു ക്ലാസ്സുകൾ കാണേണ്ട ആവശ്യമില്ല. ഒരു പുസ്തകം എടുത്ത് വായിച്ചാൽ മതി, റാങ്ക് ഫയലോ ഏതെങ്കിലും ബുക്ക് എടുത്ത് വായിച്ചാൽ അത് കിട്ടും. അതായത് നിങ്ങൾ ഈ ക്ലാസ് കണ്ട് മനസ്സിലാക്കുന്ന ഈ ഇപ്പോൾ പറഞ്ഞ ചോദ്യങ്ങളെക്കാളും കൂടുതൽ ചോദ്യങ്ങൾ ചിലപ്പോൾ ബുക്കിൽ നിന്ന് കിട്ടും. പക്ഷേ ഐഡിയപരമായ കാര്യങ്ങളും വരച്ച് കാണിക്കുന്ന കാര്യങ്ങളും പഠിപ്പിക്കാനായിട്ട് സമയം പിടിക്കും. ഇപ്പോൾ മിക്കവാറും കുറച്ച് പേരുടെയൊക്കെ കമൻറ്റ് ചിലപ്പോൾ വരാം, ക്ലാസ്സുകൾ ലോങ് ആണ്, കാണാൻ പറ്റുന്നില്ലെന്ന്. അത് പറഞ്ഞിട്ട് കാര്യമില്ല. വരച്ച് പഠിപ്പിക്കുന്ന ക്ലാസ്സുകൾ എപ്പോഴും ലോങ് ആയിരിക്കും. അത് പെട്ടെന്ന് അല്ലെങ്കിൽ എടുത്തോ പിടിച്ചോ എന്ന രീതിയിൽ പറയാനൊന്നും പറ്റത്തില്ല. ഇത്രയും കാര്യങ്ങൾ വരക്കാനും കാണിക്കാനും ഒക്കെ ഉണ്ട്. ഇതൊക്കെ വരച്ച് വെച്ചിട്ട് ഇതൊക്കെ എന്താണെന്ന് പറയണ്ടേ, അല്ലെങ്കിൽ വെറുതെ ഓരോ പോയിന്റ് പറഞ്ഞു പോയി കഴിഞ്ഞാൽ പല ആൾക്കാരുടെ മനസ്സിൽ സംശയം വരും, ഇതൊക്കെ എന്താണ്, ഇതൊക്കെ എന്തുകൊണ്ട് വരച്ചു എന്ന്. അതുകൊണ്ടാണ് സമയം പിടിക്കുന്നത്. അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മാത്രം ഒന്ന് ലൈക്ക് ചെയ്യുക. കൂടുതൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് വേണ്ടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ഒരു കാര്യം മാത്രമേ നിങ്ങളോട് ആവശ്യപ്പെടുന്നുള്ളൂ, വേറെ ഒന്നും നമ്മൾ ആവശ്യപ്പെടുന്നില്ല. ഈ ഒരു കാര്യം ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു ചാനലിനും ഏതൊരു ചാനലിനും മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ വേറെ വഴികൾ സ്വീകരിക്കേണ്ടി വരും, ഇപ്പോൾ പല ആൾക്കാരും സ്വീകരിച്ചിരിക്കുന്നത് പോലെ. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് വേണം, നിങ്ങളുടെ സപ്പോർട്ട് മാത്രമാണ് വേണ്ടത്. അപ്പോൾ വ്യത്യസ്തമായ PSC ക്ലാസ്സുകൾ, PSC അറിയിപ്പുകൾ, പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ടോപ്പിക്ക് വരച്ച് പഠിപ്പിക്കാൻ വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഒന്ന് കമൻറ്റ് ചെയ്യുക, എടുക്കാൻ ശ്രമിക്കാം. വരക്കാത്ത ക്ലാസ്സുകളായിട്ട് നമ്മൾ വരുന്നുണ്ട്, എക്സാം ഓറിയൻറ്റഡ് ക്ലാസ്. അവിടെ കൂടുതൽ ചോദ്യങ്ങളുണ്ടാവും, ഇത്രയധികം കാര്യങ്ങൾ വരക്കാനും കാണിക്കാനും ഒന്നുമില്ല, അതും വരുന്നുണ്ട്. അപ്പോൾ അതും കാണുക. പിന്നെ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സുകളെ കുറിച്ച് കുറച്ച് പേര് പറഞ്ഞു, ആ ക്ലാസ്സുകളൊക്കെ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ വീണ്ടും കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയിൽ ഗുഡ് ബൈ.